السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങൾ 6 വിഷയങ്ങൾ, 6 അടിത്തറകൾ. അവയിൽ രണ്ടാമത്തെ അടിത്തറയാണ് അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളിലുള്ള വിശ്വാസം എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ പ്രത്യേകം ആദരവ് കൽപ്പിച്ച വിഭാഗമാണ് മലക്കുകൾ. മനുഷ്യരുടെ സൃഷ്ടിപ്പ് വിവരിക്കുന്ന ചരിത്രങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ ചരിത്രം കൂടി ഒരുമിച്ച് വിവരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ മനുഷ്യരെ സൃഷ്ടിക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അറിയിച്ചതായി പറഞ്ഞുകൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അല്ലാഹു വിവരിച്ചു തുടങ്ങിയത്. മലക്കുകളിലുള്ള വിശ്വാസം നമ്മുടെ ദീനിൽ വളരെ പ്രധാനപ്പെട്ട അടിത്തറകളിലൊന്നാണ്. അൽ ഈമാനു ബിൽ മലായിക, മലായികത്തിലുള്ള വിശ്വാസം എന്നാണ് പൊതുവെ ഈ അടിത്തറക്ക് നമ്മൾ പറയാറുള്ളത്. അൽ മലായിക എന്നത് മലക്ക് എന്നതിൻ്റെ ബഹുവചനമാണ്. പണ്ഡിതന്മാർക്ക് മലക്ക് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നതിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു മലക്ക് എന്ന് പറഞ്ഞാൽ സാഹിബുർ റിസാല, സന്ദേശവാഹകൻ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. വേറെ ചിലർ പറഞ്ഞു മലക്ക് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവർ, അതാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ 2 അഭിപ്രായങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മലക്കുകളെക്കുറിച്ച് വിവരിച്ചു തന്ന ഹദീസുകളിൽ അവിടുന്ന് പറഞ്ഞു, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പ്രകാശത്തിൽ നിന്നാണ്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ്. വഖുലിഖ ആദമു മിമ്മ വസിഫ ലക്കും, ആദം അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളുടെ പിതാവ്, മനുഷ്യപിതാവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മിമ്മ വസിഫ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തന്നിട്ടുള്ളതുപോലെ മണ്ണിൽ നിന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മലക്കുകൾ പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ അവരിൽ ഖൈറല്ലാതെ മറ്റൊന്നില്ല, ഷർ അവരുടെ സ്വഭാവമേ അല്ല, തിന്മ അവരിലില്ല, നന്മ മാത്രമാണ് അവരിലുള്ളത്. മലക്കുകളെ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും വേർതിരിക്കുന്ന അവരുടെ പ്രത്യേകതകളായി പറയാവുന്ന ചില കാര്യങ്ങൾ ഖുർആനിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിലൊരു കാര്യം, മലക്കുകൾ അവരുടെ വാസസ്ഥലം, അവർ താമസിക്കുന്ന ഇടം ആകാശലോകമാണ് എന്നതാണ്. മലക്കുകൾ അവർ വസിക്കുന്ന സ്ഥലം ആകാശലോകമാണ്. ഭൂമിയിലേക്ക് അവർ വരുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ്. അതല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലം ആകാശലോകമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ, നിങ്ങൾക്കിടയിലൂടെ മലക്കുകൾ രാവിലെയും രാത്രിയുമായി വന്നുപോകുന്നുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തി സുബ്ഹി വ സ്വലാത്തിൽ അസ്ർ, സുബ്ഹ് നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിലും അസ്ർ നിസ്കാരത്തിൻ്റെ വേളയിലും അവർ ഒരുമിച്ച് കൂടുന്നതാണ്. ثم يعرج الذين باتوا فيكم, മലക്കുകളിൽ ചിലർ രാത്രിയാണ് ഇറങ്ങി വരുന്നത്, ചിലർ പകലിലാണ് ഇറങ്ങി വരുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന സമയം ഇപ്പോഴാണ്, അസറിൻ്റെ സമയവും സുബ്ഹിൻ്റെ സമയവുമാണ്. അപ്പം നിങ്ങളോടൊപ്പം രാത്രി കഴിച്ചുകൂട്ടിയവർ അവർ അള്ളാഹുവിൻ്റെ അരികിലേക്ക് ആകാശലോകത്തേക്ക് തിരിച്ചുപോയാൽ ഫയസ്അലുഹുമുല്ലാഹ്, അള്ളാഹു അവരോട് ചോദിക്കുന്നതാണ്, വഹുവ അഅലമു ബിഹിം, അവൻ അവരുടെ സൃഷ്ടികളെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും അറിയാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്, മറിച്ച് ആദമിൻ്റെ സന്തതികൾ അവരുടെ ശ്രേഷ്ഠത മലക്കുകളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി അള്ളാഹു അവരോട് ചോദിക്കുന്നതാണ്,
കൈഫ തറക്തും ഇബാദി, നിങ്ങൾ എൻ്റെ ദാസന്മാരെ ഉപേക്ഷിച്ച് വരുമ്പോൾ, അവരെ പിരിഞ്ഞു വരുമ്പോൾ ഭൂമിയിൽ അവരുടെ സ്ഥിതി എന്തായിരുന്നു, അവരെന്ത് ചെയ്യുകയായിരുന്നു? ഫയഖൂലൂൻ തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരെ പിരിഞ്ഞ് ഭൂമിയിൽ നിന്ന് വരുമ്പോൾ അവർ നിസ്കാരത്തിലായിരുന്നു. വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴും അവർ നിസ്കാരത്തിലായിരുന്നു. സുബ്ഹ നിസ്കാരത്തിൻ്റെയും അസ്ർ നിസ്കാരത്തിൻ്റെയും പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണിത്. ഇപ്പം മലക്കുകളുടെ വാസസ്ഥലം അത് ആകാശലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു അവൻ്റെ മലക്കുകളെ ഇറക്കുന്നതാണ്. യുനസ്സിൽ, അപ്പോൾ മലക്കുകളുടെ സ്ഥലം ആകാശലോകമാണ്. അവർ ഭൂമിയിലേക്ക് വരുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്. ജിന്നുകൾ അവർ ആകാശത്ത് വസിക്കുന്നവരാണെങ്കിൽ കൂടെയും അവരുടെ വാസസ്ഥലം ഭൂമിയോടടുത്തുള്ള ഒന്നാം ആകാശത്തിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് കടക്കുക സാധ്യമല്ല. അതിനപ്പുറത്തുള്ളത് മലക്കുകളുടെ സ്ഥലമാണ്. മലക്കുകളുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അവർ സ്ത്രീകളല്ല എന്നത്. അവരെ സ്ത്രീകളാണ് എന്ന് വിശേഷിപ്പിക്കുക പാടില്ല. ഉലമാക്കൾ പറഞ്ഞു മലക്കുകൾ സ്ത്രീകളാണ് എന്ന് പറയുന്നത് കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ സ്ത്രീകളാണ് എന്ന മുശ്രിക്കുകളുടെ ബഹുദൈവാരാധകരുടെ വാദത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു വജഅലുൽ മലായികതല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ അശഹിദു ഖൽഖഹും സതുക്തബു ഷഹാദത്തുഹും വയുസ്അലൂൻ. അവർ മലക്കുകളെ അല്ലദീനഹും ഇബാദു റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ ദാസന്മാരായ മലക്കുകളെ മക്കയിലെ മുശ്രിക്കുകൾ അവർ വിശേഷിപ്പിച്ചു ഇനാസൻ, സ്ത്രീകളാണെന്ന് പറഞ്ഞു. അത് നസാറാക്കളുടെ അടുത്തും കാണാം. മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളെന്ന് വിശേഷിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ കർത്താവിൻ്റെ പെൺമക്കളാണെന്ന് വിശേഷിപ്പിക്കുന്ന രീതി നസാറാക്കളുടെ അടുത്തും കാണാം. അള്ളാഹു പറയുന്നു അശഹിദു ഖൽഖഹും, അവർ മലക്കുകളെ സൃഷ്ടിച്ചതിന് അവർ സാക്ഷികളായിരുന്നു. സതുക്തബു ഷഹാദത്തുഹും വയുസ്അലൂൻ, അവരുടെ ഈ സാക്ഷ്യം രേഖപ്പെടുത്തി വെക്കപ്പെടുന്നതാണ്. വയുസ്അലൂൻ, അവരോട് നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മലക്കുകൾ സ്ത്രീകളാണ് എന്ന് പറയുന്നത് കുഫ്റാൻ, ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ്. എന്നാൽ മലക്കുകൾ പുരുഷന്മാരാണോ? പുരുഷന്മാരല്ല എന്നതാണ് ശരി. അല്ലാഹു അലം. സലഫുകൾ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു അൽ മലായികതു അലൈഹിമുസ്സലാം ലൈസു ബിദുകൂറിൻ വലാ ഇനാസ്, മലക്കുകൾ അവർ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല. മുൻഗാമികളായ പണ്ഡിതന്മാർ അവരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞത് മലക്കുകൾ പുരുഷന്മാരുമല്ല സ്ത്രീകളുമല്ല. എന്നാൽ ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞു മലക്കുകൾ പുരുഷന്മാരാണെന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ മലക്കുകളെ അവർ പുരുഷന്മാരല്ല എന്ന് നിഷേധിക്കുന്ന പ്രത്യേകിച്ച് തെളിവുകളില്ല, ഹദീസുകളിലും അത് വന്നിട്ടില്ല. അതുകൊണ്ട് അവർ പുരുഷന്മാരാണെന്ന് പറഞ്ഞ് ചില പണ്ഡിതന്മാരുണ്ട്. അത് കുഫ്റല്ല, അത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. പക്ഷേ സ്ത്രീകളാണ് എന്ന് പറയുന്നത് കുഫ്റാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വ്യക്തമായി അവർ സ്ത്രീകളല്ല എന്ന് ഖണ്ഡിതമായി അറിയിച്ചു തന്നിട്ടുണ്ട്. മലക്കുകൾ ശരിയായ അഭിപ്രായ പ്രകാരം അല്ലാഹു അലം അവർ പുരുഷന്മാരല്ല, അവർ സ്ത്രീകളുമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രമല്ല സഈദ് ഇബ്നുൽ മുസയ്യിബിൻ്റെ ആ വാക്കിൽ അദ്ദേഹം പറഞ്ഞതായിക്കണം, അദ്ദേഹം താബിഈങ്ങളിലെ ഏറ്റവും അറിവുള്ള പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞതായിക്കണം വലാ യതവാലദൂന വലാ യഅകുലൂന വലാ യശ്റബൂൻ, മലക്കുകൾ അവർക്ക് സന്താനങ്ങൾ ജനിക്കുന്നതല്ല, വലാ യഅകുലൂന വലാ യശ്റബൂൻ, അവർ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നവരല്ല, പാനീയങ്ങൾ കുടിക്കുകയോ ചെയ്യുന്നവരല്ല. മലക്കുകളുടെ പ്രത്യേകതകളിൽപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞത്. അവർ ഭക്ഷിക്കുകയില്ല, അവർ കുടിക്കുകയില്ല എന്ന കാര്യം. അത് തെളിയിക്കുന്ന സംഭവങ്ങൾ തന്നെ ഖുർആനിലുണ്ട്. അതിലൊരു സംഭവം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നെത്തിയ ദൂതന്മാർ അവർ മലക്കുകളായിരുന്നു. അവർ മനുഷ്യരൂപത്തിലാണ്
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിൽ വന്നത്. അള്ളാഹു ആ ചരിത്രം വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അതിഥികളെക്കുറിച്ചുള്ള വർത്തമാനം, അവരുടെ ചരിത്രം നബിയെ താങ്കൾക്ക് വന്നെത്തിയോ? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരുടെ അരികിൽ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിൽ മലക്കുകൾ വന്നെത്തിയപ്പോൾ, മനുഷ്യരൂപത്തിൽ വന്നെത്തിയപ്പോൾ അദ്ദേഹം വേഗം പോയി ഒരു പശുക്കുട്ടി അറുത്തു. ഫഖറബഹു ഇലൈഹിം, എന്നിട്ട് അദ്ദേഹം അറുത്തു കൊണ്ടുവന്ന ഭക്ഷണം പാചകം ചെയ്ത് അദ്ദേഹം അവർക്ക് മുന്നിൽ വെച്ചു കൊടുത്തു. ഖാല അലാ തഅകുലൂൻ, അവർ ഭക്ഷണം കൊണ്ട് വെച്ചു കൊടുത്തപ്പോൾ അവരതിൽ നിന്ന് കഴിച്ചില്ല. അപ്പോൾ ഇബ്രാഹിം അവരോട് ചോദിച്ചു, അലാ തഅകുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ, കഴിക്കുന്നില്ലേ? ഫഔജസ മിൻഹും ഖീഫ, അവർ ഭക്ഷണം കഴിക്കാത്തത് കണ്ടപ്പോൾ ഇബ്രാഹിമിന് അവരുടെ കാര്യത്തിൽ ഭയം തോന്നി. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായിക്കണം, അതിഥിയായി പോയി കഴിഞ്ഞാൽ ഭക്ഷണം മുന്നിൽ വെച്ചാൽ തീരെ കഴിക്കാതിരിക്കുക എന്നത് മര്യാദയല്ല. എന്നതിൽ കഴിക്കുക എന്നുള്ളത് മര്യാദയാണ്. ഒരു അതിഥിയെ ആദരിക്കുന്നതിന് ഒരു ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ കഴിക്കണം. പ്രത്യേകിച്ചും ദുഃഖവാർത്തകൾ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് അതിഥിയായി വന്നെത്തിയാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഭയന്നത് എന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയേക്കാണ്. അപ്പോൾ മലക്കുകൾ അവർ ഭക്ഷണം കഴിക്കുകയില്ല എന്നതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ചരിത്രം ഇതിന് തെളിവാണ് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം വിവരിച്ചതായി കാണാം. അതുപോലെ തന്നെ മലക്കുകൾ അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരല്ല. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും മലക്കുകളെ വേർതിരിച്ചു നിർത്തുന്ന കാര്യങ്ങളിലൊന്നാണ് മലക്കുകൾ അവർ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് അവർക്ക് സാധ്യമല്ല. അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ അള്ളാഹു പടച്ചിരിക്കുന്നത്. ശുദ്ധ ഖുർആനിൽ സൂറത്തു തഹ്രീമിൽ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളെക്കുറിച്ച് അള്ളാഹു വിവരിച്ചു, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യം അവർ ധിക്കരിക്കുകയില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ, എന്താണോ അവരോട് കൽപ്പിച്ചത് അതവർ ചെയ്യുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ. മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ മുൻകടക്കുകയില്ല, പറയുന്നതിന് മുൻപ് ചെയ്യുകയില്ല, പറഞ്ഞതിന് ശേഷം ചെയ്യാതെ താമസിപ്പിക്കുകയുമില്ല. വഹും ബിഅംരിഹി യഅമലൂൻ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മാത്രമാണ് അവർ പ്രവർത്തിക്കുക. അപ്പോൾ മലക്കുകളുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല എന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അവർ ഇബാദത്തുകളിൽ നിന്ന്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതിൽ നിന്ന് അവർ ഒരിക്കലും മാറി നിൽക്കുകയില്ല. നിരന്തരമായ ഇബാദത്തിൽ വിരമിക്കാതെ, തടസ്സമില്ലാതെ, ആമാന്തമില്ലാതെ, ഒരു ഇടവേളയില്ലാതെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ. ശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു, വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ. അള്ളാഹുവിൻ്റെ അരികിലുള്ള മലക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ അവർ അഹങ്കാരം നടിക്കുന്നതല്ല. വലാ യസ്തഹ്സിറൂൻ, അതിൽ അവർക്ക് യാതൊരു നിലക്കുള്ള മടിയും ഉണ്ടാകുന്നതല്ല. യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ, രാത്രിയും പകലുമെന്നില്ലാതെ, വിരാമമില്ലാതെ, നിർത്താതെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് മലക്കുകൾ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം, സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഭൂമിയിൽ ശ്വസിക്കുന്നത് എങ്ങനെയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്, അതുപോലെ അവർക്ക് തസ്ബീഹ് അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. സ്വർഗ്ഗവാസികൾ അവർ ശ്വസിക്കുന്നത് പോലെ, ഭൂമിയിൽ മനുഷ്യർ ശ്വസിക്കുന്നത് പോലെ സ്വർഗത്തിലെത്തിയാൽ സ്വർഗ്ഗവാസികൾ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുക എന്നത് അവർക്ക് എളുപ്പമാകുന്നതാണ്. നിർത്താതെ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് മലക്കുകളുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും മലക്കുകളെ വേറിട്ട് നിർത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. മലക്കുകൾ അവരുടെ വിശേഷണങ്ങളായി ഖുർആനും ഹദീസും അറിയിച്ച അനേകം കാര്യങ്ങളുണ്ട്. ധാരാളം വിഷയങ്ങൾ ഹദീസുകൾ കാണാം, ആയത്തുകളിൽ തന്നെ കാണാം. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. കാരണം അള്ളാഹു ഖുർആനിൽ ഒരു കാര്യം ഇത്രയധികം വിവരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇത്രയധികം വിവരിക്കുന്നത് എന്തുകൊണ്ടാണ്? വിഷയത്തിന് ഗൗരവമുള്ളത് കൊണ്ടാണ്. ചില ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഇത് പഠിക്കുന്നതിൽ ചിലപ്പോൾ അവർക്കൊരു താല്പര്യക്കുറവുണ്ടാവും. ചില ആളുകൾ ഇബാദത്തുകൾ പഠിക്കാൻ താല്പര്യമുണ്ടാവും. പുതിയ സുന്നത്തുകൾ, പുതിയ
ദിക്റുകൾ. പക്ഷേ ഇങ്ങനെയുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കുന്നതിൽ ചിലപ്പോൾ അശ്രദ്ധ കാണിക്കും. അതിപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് എന്താ അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും ഇല്ല. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ അടിത്തറയാണ്. ഇതിൽ പലതും നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്നതാണ്, നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നതാണ്. ഇപ്പോൾ മലക്കുകളുടെ വിശേഷണങ്ങൾ അള്ളാഹു ധാരാളം കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മലക്കുകൾ അവർ വളരെ വലിയ സൃഷ്ടിപ്പ് നൽകപ്പെട്ടവരാണ്. അവരുടെ വലുപ്പം എത്ര വലുതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിൽ കണ്ടത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. അള്ളാഹു ജിബ്രീലിനെ ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ ഒരിക്കൽ ബിൽ ഉഫുഖിൽ മുബീൻ ചക്രവാളത്തിൽ കാണുകയുണ്ടായി. കിഴക്കുഭാഗത്തുള്ള ചക്രവാളത്തിൽ ജിബ്രീലിനെ കാണുകയുണ്ടായി. അത് വിവരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, ഇന്നമാ ഹുവ ജിബ്രീൽ. ഈ ആയത്ത് വിശദീകരിച്ച ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞു ഇവിടെ കണ്ടത് അള്ളാഹുവിനെയാണ് എന്ന് പറഞ്ഞ് ചില ആളുകളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയാണ്, അള്ളാഹുവിനെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്, ഇന്നമാ ഹുവ ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ജിബ്രീലിനെയാണ്. അവിടുന്ന് പറഞ്ഞു, ലം അറഹു അലാ സൂറതിഹി അല്ലതി ഖുലിഖ അലൈഹാ ഗൈറ ഹാതൈനിൽ മറതൈൻ. സൂറത്തുൻ നജ്മിൽ വിവരിക്കപ്പെട്ട ആ 2 സന്ദർഭങ്ങളിലല്ലാതെ ജിബ്രീലിനെ അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിൽ, അള്ളാഹു അദ്ദേഹത്തെ പടച്ച രൂപത്തിൽ മറ്റൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല. 2 തവണയാണ് കണ്ടത്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, റഅയ്തുഹു മുൻഹബിതൻ മിനസ് സമാ. ജിബ്രീലിനെ ആകാശലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായി ഞാൻ കണ്ടു. സാദ്ദൻ ഇദമു ഖൽഖിഹി മാ ബൈന അസ്സമാഇ ഇലൽ അർദ്. ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള മുഴുവൻ സ്ഥലവും അദ്ദേഹത്തിൻ്റെ വലുപ്പം കാരണത്താൽ നിറഞ്ഞിരുന്നു. ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവൻ ചക്രവാളം മുഴുവൻ മറക്കുന്ന രൂപത്തിൽ, ജിബ്രീലിനപ്പുറത്തേക്കൊന്ന് കാണാൻ കഴിയാത്ത ആകാശലോകത്തെ മുഴുവൻ മറക്കുന്ന രൂപത്തിൽ, ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ളത് മുഴുവൻ മറക്കുന്ന രൂപത്തിൽ ജിബ്രീലിന് അത്രമാത്രം വലിയ വലുപ്പമുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ വലുപ്പം എത്രയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ സമുദ്രത്തിൻ്റെ മുന്നിൽ പോയി നിന്ന് ഒന്ന് മുന്നിലേക്ക് നോക്കിയാൽ അവൻ കാണുന്നത് ചക്രവാളമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയാൽ ഈ കാണുന്നത് ചക്രവാളമാണ്. എന്നിട്ട് മുകളിലേക്ക് നോക്കുക, ആകാശത്തിൻ്റെ വലുപ്പം എന്താണ്? ഈ 1-ാം ആകാശത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെയും മറ്റുമൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇത് മുഴുവൻ ജിബ്രീലിൻ്റെ വലുപ്പം കാരണത്താൽ മറഞ്ഞ നിലയിലായിരുന്നു. ജിബ്രീലിൻ്റെ വലുപ്പം എത്ര വലുതായിരിക്കുമെന്ന് അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഇമാം അബൂ ദാവൂദ് ധരിച്ച ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, ഉദിന ലി അൻ ഉഹദ്ദിസ ലക്കും അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർശ്. അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന മലക്കുകളിൽ ഒരു മലക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അള്ളാഹു എനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു. ഇന്ന മാ ബൈന ശഹ്മതി ഉദുനിഹി വആതിഖിഹി മസീറതു 700 ആം. ആ മലക്ക് അദ്ദേഹത്തിൻ്റെ ഷഹ്മത്തുൽ ഉദൻ എന്ന് പറഞ്ഞാൽ ചെവിക്കുറ്റി മുതൽ വആതിഖിഹി പിരടി വരെ, ചെവിക്കുറ്റി മുതൽ പിരടി വരെ, ഈ 2 ഭാഗങ്ങൾക്കിടയിലുള്ള ദൂരം മസീറത്തു 700 ആം, 700 വർഷത്തെ ദൂരമുണ്ട്. 700 വർഷം ഒരാൾ നടക്കുന്നു വിചാരിക്കുക, അതിന് വലുപ്പം എത്ര ആയിരിക്കും? 700 വർഷം ഒരാൾ നടക്കുന്നു വിചാരിക്കുക. ഇത് ആ മലക്കിൻ്റെ വലുപ്പമല്ല, മലക്കിൻ്റെ ചെവിക്കുറ്റി മുതൽ അതിൻ്റെ ആ മലക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ പിരടി വരെയുള്ള ദൂരം മാത്രമാണ്. മലക്കിൻ്റെ വലുപ്പം എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നിങ്ങൾ അവിടുന്ന് നിരക്ഷരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസുകൾ അവിടുന്ന് നബിയാണ് എന്നതിനുള്ള തെളിവാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചിന്തിച്ചാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലുപ്പമല്ല ഇത്. ഒരാൾക്ക് ചിന്തിച്ചാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലുപ്പമല്ല ഇത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ പറഞ്ഞ വാക്ക് അവിടുന്ന് റസൂലാണ് എന്നതിനുള്ള തെളിവുകളിൽപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മലക്കുകളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു വിവരിച്ച കാര്യങ്ങളിൽ ഒന്നാണ് അവർക്ക് ചിറകുകളുണ്ട് എന്നത്. സൂറത്തു ഫാത്തിറിൻ്റെ ആദ്യത്തെ ആയത്ത് അത് അറിയിക്കുന്നുണ്ട്.
അള്ളാഹു പറഞ്ഞു അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബഅ യസീദു ഫിൽ ഖൽഖി മാ യശാ. അള്ളാഹു പറയാൻ മലക്കുകളെ അള്ളാഹു റസൂലുകളായി നിശ്ചയിക്കുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? ഉലി അജ്നിഹ, അവർ ചിറകുകളുള്ളവരാണ്. എത്ര ചിറകുകളുണ്ട്? മസ്ന, 2 ചിറകുകളുണ്ട്. വസുലാസ്, 3 ചിറകുകളുള്ളവരുണ്ട്. വറുബഅ, 4 ചിറകുകളുണ്ട് ഉള്ളവരുണ്ട്. യസീദു ഫിൽ ഖൽഖി മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവനവൻ്റെ സൃഷ്ടികളിൽ അധികരിപ്പിക്കുന്നതാണ്. ഈ മലക്കുകളുടെ ചിറക് വിവരിക്കുന്ന ഈ ആയത്ത് മുൻപ് നമ്മൾ കഴിഞ്ഞ തവണ എടുത്ത വിഷയമാണ് അസ്മാ വ സിഫാത്ത് എന്നത്. പണ്ഡിതന്മാർ ഈ ആയത്ത് അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്ത് വിവരിക്കുന്നതിൽ അവർ ഈ ആയത്ത് തെളിവാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ രൂപം ചോദിച്ചവരോട് ഉലമാക്കൾ, ചില മുൻഗാമികൾ ചിലർ പറഞ്ഞതായി കാണാം, മലക്കുകൾക്ക് 2 ചിറകുകളുണ്ട്, ശരി, ഒരു ചിറക് വലതും ഒരു ചിറക് ഇടതും. റക്കിബ് ലിസാലിസ, മൂന്നാമത്തെ ചിറക് എവിടെയാണ് നീ പറഞ്ഞു? ഇതെവിടെ വെക്കും? അള്ളാഹ് ഖുർആനിൽ പറയാൻ 3 ചിറകുണ്ട്, 3 ചിറകുള്ള മലക്കുകളുണ്ട്. ഇതെവിടെയാണ്? അല്ലാഹു അഅലം, റബ്ബ് നമ്മെ അറിയിച്ചതാണ്. അതിൽ വിശ്വസിക്കുക. സമിഅ്നാ വഅതഅ്നാ. മലക്കുകളെ കുറിച്ച് എങ്ങനെയാണോ നീ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ വിശ്വസിച്ചാൽ മതി, അവൻ്റെ വിശേഷണങ്ങളിൽ വിശ്വസിച്ചാൽ മതി. അബ്ദുല്ലാ ബിൻ മസ്ഊദ് അറിയിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് അദ്ദേഹം പറയാൻ, റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീല ഫീ സൂറതിഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണുകയുണ്ടായി. വലഹു 600 ജിനാഹ്, ജിബ്രീലിന് 600 ചിറകുകളുണ്ട്, 600 ചിറകുകളുണ്ട്. കുല്ലു ജനാഹിൻ മിൻഹ ഖദ് സദ്ദൽ ഉഫുഖ യസ്ഖുതു മിൻ ജനാഹിഹി മിൻ അത്തഹാവീലി വദ്ദുർരി വൽയാഖൂതി മല്ലാഹു ബിഹി അലീം. 600 ചിറകുകൾ ഉള്ള രൂപത്തിലാണ് ജിബ്രീലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. അതിലോരോ ചിറകുകളും കുല്ലു ജനാഹിൻ മിൻഹ ഖദ് സദ്ദൽ ഉഫുഖ്, അതിലെ ഓരോ ചിറകും ചക്രവാളം മുഴുവൻ മറക്കുന്നതാണ്. നേരത്തെ പറഞ്ഞത് ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവൻ മറക്കുന്നതാണ്. ഈ ഹദീസിലുള്ളത് ഒരു ചിറക് ചക്രവാളത്തെ മറക്കുമെന്ന്, ഒരു ചിറക് ചക്രവാളത്തെ മറക്കുന്നതാണ്. യസ്ഖുതു മിൻ ജനാഹിഹി മിൻ അത്തഹാവീൽ, ജിബ്രീലിൻ്റെ ചിറകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുമ്പോൾ പല നിറത്തിലുള്ള പല വർണ്ണത്തിലുള്ള കാര്യങ്ങൾ താഴേക്ക് വീഴുന്നുണ്ട്. വദ്ദുർരി വൽ യാഖൂത്ത്, മുത്തും പവിഴങ്ങളും വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ബിഹി അലീം, അള്ളാഹുവിനറിയുന്ന പലതും അദ്ദേഹത്തിൻ്റെ ചിറകിൽ നിന്ന് താഴോട്ട്. സുബ്ഹാനല്ലാഹ്, ജിബ്രീലിൻ്റെ സൃഷ്ടിപ്പ് എത്ര അത്ഭുതകരമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഏറ്റവും ആദരിക്കപ്പെട്ട മലക്കുകളുടെ നേതാക്കന്മാർ. ഫോണുകൾ സൈലൻ്റ് ആക്കിക്കണം കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപ്പ് എത്ര ഭംഗിയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞത്. ഇതല്ലാതെയും ഹദീസുകളിൽ മലക്കുകളുടെ ചിറകുകളെക്കുറിച്ച് വിശേഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ മലക്കുകൾ അവർ ഭംഗിയുള്ളവരാണ് എന്ന് ഹദീസുകളിൽ ഖുർആനിൽ സൂചനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞു, അല്ലമഹു ഷദീദുൽ ഖുവ സൂ മിർറത്തിൻ ഫസ്തവ. സൂ മിറ, ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ് സൂ മിറ. ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു സൂ മിറ എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ളയാളെന്നാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണാൻ ഭംഗിയുള്ള രൂപത്തിലാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് സൂറത്തുൻ നജ്മിൽ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ ആ മിസ്റിലുണ്ടായിരുന്ന സ്ത്രീകൾ അവർ പറഞ്ഞു, ഫലമ്മ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാഷാ ലില്ലാഹ് മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ആ സ്ത്രീകൾ യൂസുഫിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, മാ ഹാദാ ബശറ, ഇതൊരു മനുഷ്യനല്ല, ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം,
ഇത് ആദരിക്കപ്പെടുന്ന ഒരു മലക്ക് തന്നെയാണ്. സൗണ്ട് കുറച്ച് കുറയ്ക്കണം. ഇൻ ഹാദ ഇല്ല മലക്കുൻ കരീം, ഇത് ആദരിക്കപ്പെടുന്ന ഒരു മലക്ക് തന്നെയാണ് എന്ന് സ്ത്രീകൾ പറഞ്ഞു. ഈ ആയത്ത് വിശദീകരിച്ച് ഇബ്നു ഹജർ അദ്ദേഹം പറഞ്ഞേക്കണം, മലക്കുകൾ അവർ ഭംഗിയുള്ളവരാണ് എന്ന കാര്യം അവർക്കിടയിൽ അറിയപ്പെട്ട കാര്യമായിരുന്നു. വിശുദ്ധ ഖുർആനാകട്ടെ അത് എടുത്തു പറയുകയും അതിനെ തള്ളി പറയുകയും ചെയ്തില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ഒരു കാര്യം, കളവായ ഒരു കാര്യം പറയുകയും അതിനെപ്പറ്റി അത് തെറ്റാണ് എന്ന് പറയാതെ പോവുകയും ചെയ്യില്ല. സത്യമായിരുന്നില്ലെങ്കിൽ അള്ളാഹു അത് പറയുമായിരുന്നു. ഇപ്പം മലക്കുകൾ ഭംഗിയുള്ളവരാണ്. എന്നാൽ മലക്കുകൾ പൊതുവെ ഭംഗിയുള്ളവരാണെങ്കിലും അവരുടെ കൂട്ടത്തിൽ ചിലർ ഭയപ്പെടുത്തുന്ന രൂപമുള്ളവരുണ്ട്. അതിൽപ്പെട്ടതാണ് മാലിക്കുൻ ഖാസിനു ജഹന്നം, നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്ക്. അദ്ദേഹത്തെക്കുറിച്ച് വന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഞാൻ ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും പ്രയാസകരമായ, ഏറ്റവും ഭീതി ഉണ്ടാക്കുന്ന മുഖം മാലിക്കിനുണ്ടായിരുന്നു, നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിന് ഉണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കണ്ടെന്ന് പറഞ്ഞു. ഫഅതൈന അലാ റജുലിൻ കരീഹിൽ മർആ കഅക്റഹി മാ അൻത റാഇൻ റജുലൻ മർആ. നീ ഒരാളെ കണ്ടാൽ ഏറ്റവും പ്രയാസകരമായ മുഖം എന്താണോ അത്ര കഠിനമായ പ്രയാസമുള്ള മുഖത്തിൽ ഞാൻ ഒരാളെ കണ്ടു. ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദർഭത്തിൽ ആ ഹദീസ് നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്ക് അദ്ദേഹത്തിൻ്റെ മുഖം ഭീതിപ്പെടുത്തുന്നതാണ് എന്നതിനുള്ള തെളിവാണ്. അതുപോലെ തന്നെ മുൻകർ വ നക്കീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞയക്കണം, ഒരു മനുഷ്യന് ഖബറിൽ അടക്കിയാൽ അതാഹു മലക്കാനി അസ്വദാനി അസ്റഖാൻ, കറുത്ത ശരീരമുള്ള നീല കണ്ണുകളുള്ള രണ്ട് മലക്കുകൾ മനുഷ്യൻ്റെ അടുത്ത് ഖബറിലേക്ക് വന്നെത്തുന്നതാണ്. ആ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, ഈ നിറവും നീല നിറമുള്ള കണ്ണുകളും അവർക്ക് നൽകിയിരിക്കുന്നത് ഈ സന്ദർഭത്തിൻ്റെ ഭയം അധികരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ സമയത്ത് ഒരാൾക്ക് വിശ്വാസം ഉറച്ചു പറയാൻ സാധിക്കണമെങ്കിൽ അവൻ അത്രമാത്രം വിശ്വാസത്തിന് പ്രാധാന്യം കൽപ്പിച്ചവനായിരിക്കണം, അല്ലാത്തവർക്കത് സാധിക്കുന്ന അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ജബാനിയത്തു ജഹന്നം, നരകത്തിൻ്റെ കാവൽക്കാരായ ജബാനിയ എന്ന മലക്കുകൾ സൂറത്തു അന്നബയിൽ സൂറത്തുൽ അലഖിൽ അള്ളാഹു പറഞ്ഞതുപോലെ സനദ്ഉ അസ്സബാനിയ, നാം ജബാനിയത്തിനെ വിളിക്കുന്നതാണ്. നരകത്തിൻ്റെ കാവൽക്കാരാണ് അവർ. ജബാനിയത്തിൻ്റെ മലക്കുകൾ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അലൈഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദ്. ആയത്ത് തഫ്സീറിൽ ഷിദാദ് എന്നത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, കണ്ടാൽ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന രൂപമുള്ളവർ ആയിരിക്കും നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ എന്ന് ഇബ്നു കസീർ അദ്ദേഹം വിളിച്ചത് കാണാം. അതുപോലെ തന്നെ കുഫാറുകളുടെ റൂഹ് പിടിക്കുന്ന മലക്ക് അവർ ഭയപ്പെടുത്തുന്ന രൂപമുള്ളവരാണ്. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, കാഫറായ ഒരു മനുഷ്യൻ ദുനിയാവിൽ നിന്ന് പിരിയുന്ന സമയമെത്തിയാൽ അവൻ്റെ അടുത്തേക്ക് മലക്കുകൾ വന്നെത്തും. മലായികത്തുൻ സൂദുൽ വുജൂഹ്, കറുത്ത മുഖമുള്ളവരായിരിക്കും, ഭയപ്പെടുത്തുന്ന മുഖമുള്ളവരായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. ഇതാണ് മലക്കുകളുടെ ശാരീരികമായ ചില വിശേഷണങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ മനുഷ്യരുടെ കണ്ണുകളിൽ നിന്ന് മറച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ ജിബ്രീലിനെ അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിൽ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സന്ദർഭങ്ങളിലാണ്. സൂറത്തു നജ്മിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, ഒന്ന് ഭൂമിയിലായിരിക്കെ കിഴക്കൻ ചക്രവാളത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തേത് വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മഅവ, ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദർഭത്തിൽ. ആ ഹദീസ് സുബ്ഹാനല്ലാഹ് നിങ്ങൾ വായിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധാനത്തിലേക്ക് അതിനോട് അടുക്കുന്നതിനനുസരിച്ച് ജിബ്രീലിനുണ്ടായ ഭയവും വിനയവും കീഴൊതുക്കവും താഴ്മയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ വിവരിച്ചതായി കാണാം. ജിബ്രീൽ അതിനുമാത്രം താഴ്ന്ന രൂപത്തിലാണ്, അങ്ങേയറ്റം ഭയപ്പാടുള്ള രൂപത്തിലാണ് അദ്ദേഹം ഓരോ ആകാശങ്ങൾ കയറിപ്പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന്
ആ ഹദീസിൽ ഇസ്രാ മിഅ്റാജിൻ്റെ ഹദീസിൽ കാണാം. അപ്പോൾ സ്വർഗത്തിൻ്റെ അടുത്ത് വെച്ച് സിദ്റത്തുൽ മുൻതഹ എന്ന മരത്തിൻ്റെ അടുത്ത് വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ എന്ന മലക്കിനെ ശരിയായ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, അള്ളാഹു മൃഗങ്ങളിൽ ചിലർക്ക് മലക്കുകളെ കാണാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തും സിയാഹ ദീകതി ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, നിങ്ങൾ കോഴി കൂവുന്ന ശബ്ദം കേട്ടാൽ ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾ ചോദിക്കുക. ഫഇന്നഹ റഅത് മലക്കൻ, കാരണം അത് ഒരു മലക്കിനെ കണ്ടിട്ടുണ്ട്. പൊതുവെ ഹദീസിൽ കോഴിനെ കുറിച്ച് പലതും കാണാം. നബി ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കോഴിയെ ചീത്ത പറയരുത്, തസുബുദ്ദീഖ്, കോഴി ചീത്ത പറയരുത്. എന്തുകൊണ്ടാണ് കാരണം പറഞ്ഞത്? സുബൈക്ക് നിങ്ങളെ എണീപ്പിക്കുന്ന ആളാണ്. നമുക്കൊരു ജീവിയാണെങ്കിൽ പോലും അത് ഒരു നന്മ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ വരെ എങ്ങനെയാണ് ശരീഅത്ത് പരിഗണിക്കുന്നത് നോക്കൂ. തസുബുദ്ദീഖ്, നിങ്ങൾ കോഴിയെ ചീത്ത പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കോഴി കൂവുന്നത് കേട്ടാൽ ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യം ചോദിക്കുക. ഫഇന്നഹ റഅത് മലക്കൻ, അതൊരു മലക്കിനെ കണ്ടിട്ടുണ്ട്. വഇദാ സമിഅ്തും നഹീഖൽ ഹിമാർ, കഴുത അതിൻ്റെ ഓരിയിടൽ കേട്ടാൽ ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്താൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ രക്ഷ ചോദിക്കുക. ഫഇന്നഹ റഅത് ശൈത്താനൻ, അതൊരു ശൈത്താനെ കണ്ടിട്ടുണ്ട്. പൊതുവെ അള്ളാഹു സുബ്ഹാനഹു തആല മൃഗങ്ങളിൽ മനുഷ്യർക്ക് ധാരാളം പാഠങ്ങൾ വെച്ചിട്ടുണ്ട്. മൃഗങ്ങൾ മനുഷ്യർക്ക് ധാരാളം ഹദീസുകൾ പലതിലും ഇബാദത്തുകൾ ചിലത് വിവരിക്കുമ്പോൾ മൃഗങ്ങളോട് സദൃശ്യപ്പെടാതിരിക്കാൻ ഹദീസുകൾ പലതിലും കാണാം. മോശമായ മൃഗങ്ങൾ പ്രത്യേകിച്ചും, ഉദാഹരണത്തിന് സുജൂദ് പോകുമ്പോൾ എങ്ങനെ കിടക്കരുത്? നായ കിടക്കുന്ന പോലെ കിടക്കരുത് എന്നാണ്. നിസ്കാരം വേഗത്തിലാക്കുന്ന എങ്ങനെ പറഞ്ഞ്, കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കരുത് എന്നാണ്. ഇങ്ങനെ പലതും കാണാം മൃഗങ്ങൾ. ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകളെ കാണാൻ ജീവികളിൽ ചിലതിന് സാധിക്കുമെന്ന് ഈ ഹദീസ് തെളിവാണ്. അല്ലാഹു അലം. അതുപോലെ തന്നെ മലക്കുകൾ അവർക്ക് രൂപം മാറാനുള്ള കഴിവുണ്ട്, അള്ളാഹു അത് നൽകിയിട്ടുണ്ട്. ധാരാളം ഹദീസിൽ, എന്തിന് ഖുർആൻ ആയത്തുകളിൽ തന്നെ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഇബ്രാഹിം നബിയുടെ അരികിൽ മലക്കുകൾ വന്നത്, ആ മലക്കുകൾ ലൂത്ത് നബിയുടെ അടുത്തും ചെന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ അതിഥികളെ വൃത്തികേടിന് വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നിങ്ങൾക്ക് പരിചിതമാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹ മകാനൻ ശർഖിയ്യ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ ഫഅർസൽനാ ഇലൈഹ റൂഹന. ജിബ്രീൽ ശ്രേഷ്ഠത അറിയിക്കുന്ന വാക്കാണത്. ഫഅർസൽനാ ഇലൈഹ റൂഹന, നാം മറിയമിൻ്റെ അടുത്തേക്ക് നമ്മുടെ റൂഹനെ പറഞ്ഞയച്ചു. അത് ജിബ്രീലാണ് അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു അവൻ്റെ റൂഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇപ്പോൾ ഏതുപോലെ അള്ളാഹുവിൻ്റെ മസ്ജിദ് എന്ന് പറയുന്നത് പോലെ, അള്ളാഹുവിൻ്റെ ഭവനം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നാഖത്തുല്ലാ, സാലിഹ് നബിക്ക് കിട്ടിയ ഒട്ടകത്തെക്കുറിച്ച് അങ്ങനെയല്ലേ പറഞ്ഞത്? നാഖത്തുല്ലാ, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ റൂഹ് എന്ന് പറയുന്നത്. അള്ളാഹിൻ്റെ പടപ്പ് തന്നെയാണത്. ഫഅർസൽനാ ഇലൈഹ റൂഹന ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. അദ്ദേഹം ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് മറിയമിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. നോക്കൂ, അപ്പോൾ മറിയം പറഞ്ഞു, നോക്കൂ സുബ്ഹാനല്ലാഹ്, മുഅ്മിനാത്തുകളുടെ മാതൃകയായ, അല്ല മുഅ്മിനീങ്ങളുടെ മൊത്തത്തിൽ മാതൃകയായ മറിയം അലൈഹിസ്സലാം അവർ പറഞ്ഞു, നോക്കൂ, ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ. ഖാലത്ത് അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ. അവർ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് രക്ഷ ചോദിക്കുകയാണ്. ഇൻ കുൻത തഖിയ്യ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ. قال إنما أنا رسول ربك لأهب لك غلاما زكيا. ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിനക്കൊരു കുഞ്ഞിനെ സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി വന്നെത്തിയതാണ്. അതുപോലെ തന്നെ പ്രസിദ്ധമായ ഹദീസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസ് ജിബ്രീൽ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികൾക്കിടയിൽ ഇരിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറയാൻ, ഇത്തല അലൈന റജുലുൻ ഷദീദു ബയാദി സിയാബ് ഷദീദു സവാദി ഷഅർ. ഞങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ആൾ ഞങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. നല്ല കറുത്ത മുടിയുള്ള വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ. വലാ യഅരിഫുഹു മിന്ന അഹദ് വലാ യുറാ അലൈഹി അസറു സഫർ. അദ്ദേഹത്തെ ഞങ്ങൾക്കാർക്കും പരിചയമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെവിടെയും യാത്രയുടെ യാതൊരു ലക്ഷണങ്ങളും കാണാനുമില്ല. യാത്രക്കാരനാണെന്നുള്ളതിന് അടയാളം. അപ്പോൾ യാത്രക്കാരനല്ല, എന്നാൽ ഈ നാട്ടുകാരനുമല്ല, കാരണം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു, അവിടുത്തെ അരികിലിരുന്നു. ആ ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ മലക്കുകൾ അവർക്ക് രൂപം മാറാൻ കഴിവുണ്ട് എന്നതിന് ഈ ഹദീസ്, ഈ ആയത്തുകളൊക്കെ തെളിവാണ്. അതുപോലെ മലക്കുകൾ ശക്തിയുള്ളവരാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ജിബ്രീലിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അല്ലമഹു ഷദീദുൽ ഖുവ. ശക്തി, കടുത്ത ശക്തിയുള്ള ശക്തനായ ഒരു മലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പഠിപ്പിച്ചു നൽകിയത്. മാത്രമല്ല ആസാറുകളിൽ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ചില കിതാബുകൾ പറഞ്ഞേക്കാണ്, ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇബ്നുൽ ഖയ്യിമിൻ്റെ കിതാബിൽ കാണാം, അദ്ദേഹം പറഞ്ഞേക്കണം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തെ ജിബ്രീൽ നശിപ്പിച്ചത്, ആ സമൂഹത്തെ ഒന്നടങ്കം തൻ്റെ ചിറകിൻ്റെ അറ്റം കൊണ്ടാണ് അദ്ദേഹം ആകാശത്തേക്ക് എടുത്തുയർത്തിയത് എന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. മലക്കുകൾ അവർ ശക്തിയുള്ളവരാണ് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇത് മക്കയിലെ മുശ്രിക്കുകൾക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നരകത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ആയത്ത് അവതരിപ്പിച്ചു. അള്ളാഹു പറഞ്ഞു, അലൈഹ തിസ്അത അശർ, അലൈഹ തിസ്അത അശർ, നരകത്തിന് കാവൽക്കാരായി 19 ആളുകളുണ്ട്. ഇത് കേട്ടപ്പോൾ മുശ്രിക്കുകൾ പരിഹസിച്ചു. അവർ പറഞ്ഞു, അവർ 19, നമ്മൾ എത്ര ആൾക്കാരുണ്ട്, നമുക്ക് 19 ആൾക്കാർ, ഓരോരുത്തരെ ഒരാളെ നമുക്ക് ഒരു 100 ആളെ വെച്ചിട്ട്, അസ്സലാമു അലൈക്കും, ഒരാളെ നമുക്ക് ഒരു 100 ആൾ വെച്ച് നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കിയില്ല എന്നതിൻ്റെ തെളിവുകളിൽപ്പെട്ടതാണ് ആ പറഞ്ഞത്. അതുപോലെ മലക്കുകൾ കിറാമുൻ ബററ, അവർ മാന്യന്മാരാണ്, പുണ്യവാരന്മാരാണ്. ഹദീസിൽ ധാരാളം വന്നിട്ടുണ്ടത്. അള്ളാഹു പറഞ്ഞു, വ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ, നിങ്ങൾക്കുമേൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്, അവർ കിറാമൻ കാതിബീൻ, കിറാമൻ കാതിബീൻ, മാന്യന്മാരാണ് എന്ന് അള്ളാഹു വിവരിച്ചതായി കാണാം. അതുപോലെ തന്നെ മലക്കുകൾ ഹയാ ഉള്ളവരാണ്, ലജ്ജയുള്ളവരാണ്. അത് മലക്കുകളുടെ വലിയ മേന്മകളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഹദീസുകൾ കാണാം, അല്ലെങ്കിൽ ആസാറുകളിൽ കാണാം, ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുമായി ബന്ധത്തിലേർപ്പെടുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് അവരുടെ ലജ്ജ കാരണത്താൽ. അതുകൊണ്ടാണ് പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്, അവിടുത്തെ വീട്ടിലേക്ക് വരാൻ അനുവാദം ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന, അവിടുത്തെ വസ്ത്രം അത് കാഷിഫൻ അൻ ഫഖിദൈ, അവിടുത്തെ മുട്ടിനു മുകളിൽ തുടയുടെ ഭാഗം കുറച്ച് പുറത്ത് കാണുന്ന രൂപത്തിലാണ് അവിടുന്ന് ഇരുന്നിരുന്നത്. വീട്ടിലാണ് ഇരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചു. ഫസ്തഅദന അബൂബക്കർ ഫഅദിന ലഹു വഹുവ അലാ തിൽക്കൽ ഹാൽ. അബൂബക്കർ അനുവാദം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. അബൂബക്കർ വീട്ടിലേക്ക് കയറി വന്നു. അവിടുന്ന് അതേ അവസ്ഥയിൽ തന്നെ. മറ്റൊരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ വീട്ടിലിരിക്കുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അവിടുന്ന് അനുവാദം ചോദിച്ചപ്പോൾ അനുവാദം കൊടുത്ത് അവിടുന്ന് ഇരിക്കുന്നത് പോലെ തന്നെ ഇരുന്നു. ثم استأذن ഉസ്മാൻ, പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു വീട്ടിൽ കയറാൻ വേണ്ടി. فجلس رسول الله صلى الله عليه وسلم وسوى ثيابه, അപ്പോൾ അവിടുന്ന് നേരെ ഇരുന്നു, തൻ്റെ വസ്ത്രം നേരെയാക്കി. فدخل فتحدث, അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉള്ളിൽ കയറി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. റളിയല്ലാഹു അൻഹ ഒരു ഈ ഉമ്മത്തിന് ചെയ്ത ഖൈർ എത്ര വലുതാണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ആയിഷയോടുണ്ടായിരുന്ന സ്നേഹം, അതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് ഇൽമിനോടുണ്ടായിരുന്ന സ്നേഹമാണ്. അതുകൊണ്ട് ധാരാളം ഹദീസുകൾ സുബ്ഹാനല്ലാഹ് ദീനിൽ
പിൽക്കാലഘട്ടത്തിലുള്ള പലർക്കും സംശയമായി നിലനിൽക്കുമായിരുന്ന പല കാര്യങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിൽ നിന്നാണ് ഉത്തരം വന്നിട്ടുള്ളത്. ധാരാളം ഹദീസുകൾ. നമ്മുടെ ഉമ്മയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു തന്ന ഹദീസുകളില്ലായിരുന്നെങ്കിൽ ഒരു വൈവാഹിക ജീവിതമെന്നത്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ രഹസ്യമായ കാര്യങ്ങളിൽ അവൻ എങ്ങനെയായിരിക്കണമെന്നത്, ആ വിഷയത്തിൽ ഹദീസുകൾ മിക്കതും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. റളിയല്ലാഹു അൻഹ, അവർക്ക് അള്ളാഹു അതിന് അത്ര വലിയ പ്രതിഫലം നൽകട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. നമുക്ക് അവിടത്തോടുള്ള അവരുടെ ശ്രദ്ധ കാലത്ത് അവർ പറയാണ്, റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പ് ഷഅബാൻ ആകുമ്പോഴാണ് ഞാൻ നോറ്റുകൂട്ടിയിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിക്കുന്നതിൻ്റെ കാര്യങ്ങളിൽ ഞാൻ മുഴുകിയിരുന്നതിനാൽ. ഭർത്താവിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് കാരണം നോമ്പ് അവർക്ക് നോറ്റുകൂട്ടാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്. ഷഅബാൻ എത്തുന്നത് വരെ അവരത് നീട്ടിക്കൊണ്ടുപോകുമായിരുന്നു എന്നാണ്. റളിയല്ലാഹു അൻഹ എത്ര ഹദീസുകളാണ് അവരെ കൊണ്ടുവന്നത്. എല്ലാ ഖുർആനിലെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിലെ ആയത്തുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇത് ഹദീസിൻ്റെ റാവിമാർ ചിലർ പറഞ്ഞതുപോലെ ഇത് വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നടന്നതാണ്. ഒരേ സമയം അബൂബക്കർ വന്നു, ഉമർ, അങ്ങനെയല്ല. ഒരു സമയത്ത് അബൂബക്കർ വന്നു, മറ്റൊരു സമയത്ത് ഉമർ വന്നു. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് ശ്രദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമീപനത്തിലുള്ള മാറ്റം, അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അലാ അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക. മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരു മനുഷ്യൻ, മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെ ലജ്ജ കാണിക്കാതിരിക്കാനാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ലജ്ജ കൊണ്ട് അറിയപ്പെട്ട ആളായിരുന്നു. എന്നാൽ അദ്ദേഹത്തെക്കാൾ ലജ്ജ ഉണ്ടായിരുന്ന ആർക്കാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നിങ്ങൾ സഹാബിമാരിൽ ഏതൊരു സഹാബിയുടെ എത്ര വലിയ ശ്രേഷ്ഠത കേൾക്കട്ടെ, അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനത്തെ ഹദീസുകൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഹദീസുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് ഉമർ ഇബ്നുൽ ഖത്താബ്, അദ്ദേഹം ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ മറ്റൊരു വഴിയിൽ പ്രവേശിക്കും. ഇങ്ങനെ ഹദീസുകൾ ചിലർ കേട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന സംശയമാണിത്, ഈ പറയുന്ന ശ്രേഷ്ഠത പറയുന്ന ഹദീസുകൾ. പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ മറ്റൊരു വഴിയിൽ പ്രവേശിക്കും. പക്ഷേ ഉമറിനെ വസ്വാസിലാക്കാൻ, തിന്മയിലകപ്പെടുത്താൻ പിശാചിന് സാധിക്കുമായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നാൽ അവിടുത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ വരെ അവിടുത്തെ തിന്മയിലേക്ക് എത്തിക്കാൻ പിശാചിന് സാധിക്കുമായിരുന്നില്ല. അതേപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ലജ്ജ ഹദീസിൽ വിവരിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഇന്ന് വരെ ഒരു പുരുഷനെ കാണാത്ത, ഒരു മുറിയിൽ മാത്രം താമസിച്ച ഒരു കന്യക അവരെക്കാൾ കടുത്ത ലജ്ജയുള്ളവരായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസിലുള്ളത്. അതുകൊണ്ടാണ് അവിടുത്തെ മുൻപിൽ വെച്ച് അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താൽ അത് അവിടുത്തെ മുഖത്ത് പ്രകടമാകുമായിരുന്നു എന്നാണ്, അവിടുത്തെ ലജ്ജ കാരണത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് തന്നെയും നോക്കൂ നിങ്ങൾ, ഇവിടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ചില ആളുകൾ വിചാരിക്കുമ്പോൾ ഉസ്മാനാണോ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്? അല്ല, അബൂബക്കർ സിദ്ദീഖിനും ഉമർ ഇബ്നുൽ ഖത്താബിനുമാണ്. അപ്പോൾ ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ഉസ്മാന് പ്രത്യേക പരിഗണന നൽകി? പണ്ഡിതന്മാർ പറഞ്ഞു, അബൂബക്കറും ഉമറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബുകളാണ്, അടുത്ത അനുചരന്മാരാണ്. എത്ര ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൽ വന്നു, അബൂബക്കർ ഉമറും വന്നു. എത്ര ഹദീസിൽ കാണാം അടുത്ത സാഹിബുകളോട്, അടുത്ത തന്നോട് ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് ഒരാൾക്കുള്ള പെരുമാറ്റം ഒന്നായിരിക്കും, എന്നാൽ അത്ര അടുപ്പമില്ലാത്ത ആളുകളോടുള്ള പെരുമാറ്റം മറ്റൊന്നായിരിക്കും. സ്വാഭാവികം മനുഷ്യരങ്ങനെയാണ്. തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ അരികിൽ ഒരാൾ പെരുമാറുന്ന പെരുമാറ്റം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വീകരിച്ചത്. അവിടുന്ന് വസ്ത്രം ശരിയാക്കില്ല, കാരണം അബൂബക്കറും ഉമറും അവിടത്തേക്ക് അത്ര അടുപ്പമുള്ളവരാണ്. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരെ അപേക്ഷിച്ച് അദ്ദേഹവുമായുള്ള ബന്ധം വ്യത്യസ്തമാണ്. ഇത് ഉസ്മാനെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത ചെറുതാക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിലാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മലക്കുകൾ അവരുടെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അവർക്ക് ഹയാ ഉണ്ട്, ലജ്ജയുണ്ട് എന്ന കാര്യം. ഇതുപോലെ മലക്കുകൾ അവരുടെ പേരുകൾ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ അറിയിച്ച പേരുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അറിയിച്ച പേരുകളുണ്ട്. ഖുർആനിൽ അറിയിച്ച പേരുകളിൽ ഏറ്റവും ആവർത്തിച്ചു വന്ന പേര് ആരുടേതാണ്? ജിബ്രീലിൻ്റേതാണ്. ജിബ്രീലിൻ്റെ പേര് ജിബ്രീൽ എന്ന് തന്നെയും വന്നിട്ടുണ്ട്, റൂഹ് എന്ന് വന്നിട്ടുണ്ട്,
റൂഹന എന്ന് വന്നിട്ടുണ്ട്, റൂഹുൽ ഖുദുസ് എന്ന് വന്നിട്ടുണ്ട്, റൂഹുൽ അമീൻ എന്നും വന്നിട്ടുണ്ട്. ഇത്രയും പേരുകൾ ജിബ്രീലിൻ്റെ പേരായി ഖുർആനിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. മാത്രമല്ല ജിബ്രീലിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം വിശദീകരണങ്ങൾ വന്നത് മലക്കുകളുടെ കൂട്ടത്തിൽ. ഷദീദുൽ ഖുവ ദൂ മിറത്തിൻ ഫസ്തവ. ജിബ്രീലിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു എടുത്തു പറഞ്ഞതായി കാണാം. അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു മലക്ക് ജിബ്രീലാണ്. അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രധാന ദൗത്യം വഹയ് എത്തിക്കുക എന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് മലക്കുകളിലെ ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക്. എല്ലാ മലക്കുകളുടെ നേതാവ് അദ്ദേഹമാണ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം, ആകാശലോകങ്ങളിലുള്ള സർവ്വ മലക്കുകളും ജിബ്രീലിൻ്റെ വാക്ക് അനുസരിക്കുന്നവരാണ്. രണ്ടാമത്തെ മലക്ക് ഖുർആനിൽ പേര് പറയപ്പെട്ട രണ്ടാമത്തെ മലക്ക് ഏതാ? സൂറത്തുൽ ബഖറയിൽ പേര് പറഞ്ഞേ, മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഖുൽ മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറസുലിഹി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. ആരെങ്കിലും ജിബ്രീലിനോടും ആരെങ്കിലും അള്ളാഹുവിനോടും മലക്കുകളോടും അവൻ്റെ റസൂലുകളോടും ജിബ്രീലിനോടും മീകായിലിനോടും ശത്രുതയുള്ളവരാണെങ്കിൽ ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ, അള്ളാഹു കാഫിരീങ്ങളുടെ ശത്രുവാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകം അവിടെ മീകായിലിനെ എടുത്തു പറയാനുള്ള കാരണം ഇബ്നു കസീർ അദ്ദേഹം പറഞ്ഞു, നസാറാക്കൾ അവരിലൊരു വിഭാഗം ആളുകൾ ജിബ്രീലിനോട് ശത്രുത പുലർത്തുകയും ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്, മീകായിൽ ഞങ്ങളുടെ മിത്രമാണ് എന്ന് പറയുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങൾ ജിബ്രീലിനോട് വെറുപ്പ് കാണിച്ചാൽ നിങ്ങൾ ആരുടെ ശത്രു കൂടിയാണ്? മീകായിലിൻ്റെ ശത്രു കൂടിയാണ്. ഇത് നബിമാരുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ഒരാൾ അള്ളാഹുവിൻ്റെ നബിമാരിൽ ഏതെങ്കിലും ഒരു നബിയോട് ശത്രുത കാണിച്ചാൽ അവൻ മറ്റെല്ലാ നബിമാരുടെയും ശത്രുവാണ്. ഒരാൾ ഈസാ നബി വരെയുള്ള നബിമാരെ അംഗീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ലെങ്കിൽ അവൻ എല്ലാ നബിമാരെയും നിഷേധിച്ചവനാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഖുർആനിൽ അള്ളാഹു പറയാണ്, കദ്ദബത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ. നൂഹ് നബിയുടെ ജനത റസൂലുകളെ കളവാക്കി. നൂഹ് നബിയുടെ മുന്നേ ഏത് റസൂലുള്ളത്? ഇല്ല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ നബിയാണ്. അല്ലെങ്കിൽ പലരുടെയും കൗല് പ്രകാരം നൂഹ് നബിയാണ് ആദ്യത്തെ നബി. അതിന് ശേഷമാണ് പിന്നീട് നബിമാർ വരുന്നത്. പക്ഷേ നൂഹ് നബിയെ കളവാക്കിയതോടുകൂടി ഇനി വരാനിരിക്കുന്ന സർവ്വ നബിമാരെയും അവർ കളവാക്കിയതുപോലെയാണ്. അതുപോലെ തന്നെ മലക്കുകൾ അവരിൽ ഏതെങ്കിലും ഒരാളോട് ഒരാൾ ശത്രുത വെച്ചു പുലർത്തിയാൽ, വെറുപ്പ് കാണിച്ചാൽ അവൻ മറ്റെല്ലാവരോടും ശത്രുത വെച്ചു പുലർത്തിയതുപോലെയാണ്. റാഫിള വിഭാഗം, ഷിയാക്കളിൽപ്പെട്ട ഇസ്നാഅശരിയ വിഭാഗം, അവരിൽ ചിലർ പറഞ്ഞു വരുത്തിയത് അലി റളിയല്ലാഹു അൻഹുവിനുള്ള സ്നേഹം കൂടിയിട്ട് ചില ആളുകൾ പറഞ്ഞു, വഹി യഥാർത്ഥത്തിൽ ആർക്ക് കിട്ടേണ്ടിയിരുന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടേണ്ടതായിരുന്നില്ല, അത് ജിബ്രീലിന് തെറ്റിപ്പോയതാണ്, അലി ഇബ്നു അബി താലിബിന് കൊടുക്കാൻ വേണ്ടി കൊടുത്തയച്ചതാണ്. പക്ഷേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ശൈത്താൻ മനുഷ്യരുടെ അഖ്ല് കൊണ്ട്, ബുദ്ധി കൊണ്ട് കളിക്കാൻ തീരുമാനിച്ചാൽ, മനുഷ്യനെ തീരെ ബുദ്ധിയില്ലാത്ത വിഡ്ഢിയാക്കാൻ തീരുമാനിച്ചാൽ എന്താണ് ആളുകൾക്ക് ചെയ്യാൻ പറ്റും? എങ്ങനെ ഒരാളത് പറയാം? അള്ളാഹു ആകാശലോകത്ത് നിന്ന് വഹി കൊടുത്തേക്കുന്നിട്ട് തെറ്റിയിട്ട് വേറെ ആൾക്ക് മാറിപ്പോകുന്നു. ഇസ്നാഅശരിയുള്ള ഒരു വിഭാഗത്തിൻ്റെ വാദം അതാണ്. ജിബ്രീലുകളുടെ മലക്കുകളുടെ കൂട്ടത്തിൽ പേരെടുത്തു പറയപ്പെട്ട മലക്കുകളിൽ ഒരാളാണ് മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. മൂന്നാമത്തെ ആൾ ഇസ്രാഫീലാണ്. ഇസ്രാഫീൽ മീകായിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണ്? അൽ മുവക്കൽ ബിൽ ഖത്തർ, മഴയുടെ കാര്യം അദ്ദേഹമാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ജിബ്രീൽ വഹയിൻ്റെ കാര്യമാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ജിബ്രീൽ റൂഹിന് ജീവൻ നൽകുന്ന വഹയുമായാണ് വന്നെത്തിയത് എങ്കിൽ മീകായിൽ ശരീരത്തിന് ജീവൻ നൽകുന്ന ഭക്ഷണത്തിൻ്റെ കാരണമായ വെള്ളമാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനസ്സിലാക്കുക രണ്ട് തമ്മിൽ ബന്ധം? ജിബ്രീൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് റൂഹിൻ്റെ ഭക്ഷണമാണ്, അതേതാ? വഹയാണ്. മീകായിലിൻ്റെ കയ്യിലുള്ളതോ, അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതോ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്, അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ശരീരത്തിൻ്റെ ഭക്ഷണമായ അതിൻ്റെ അടിത്തറയായ വെള്ളമാണ്. മൂന്നാമത്തെ ആൾ ഇസ്രാഫീലാണ് അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം ആണ് കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്ക് എന്ന് ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും, അല്ലെങ്കിൽ വലിയൊരു ഭാഗം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു അലം, അത് ഹദീസുകളിൽ പ്രത്യേകം സ്ഥിരപ്പെട്ടിട്ടില്ല. ഹദീസുകളിൽ ഇസ്രാഫീലാണ്
കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്ക് എന്ന് പ്രത്യേകം തെളിവായി സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷെ ധാരാളം പണ്ഡിതന്മാർ, ചില ആളുകൾ അതിൽ ഇജ്മാ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർത്തുബി അത് ഇജ്മാ ഉള്ള കാര്യമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് മൂന്നാമത്തെ മലക്ക്. ഏറ്റവും ശ്രേഷ്ഠതയിൽ മൂന്നാം സ്ഥാനമുള്ളത് ആർക്കാണ്? ഇസ്രാഫീലിനാണ്. ജിബ്രീൽ, മികായിൽ, ഇസ്രാഫീൽ അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ ചിലരുടെ അഭിപ്രായ പ്രകാരം, അല്ലെങ്കിൽ വലിയൊരു ഇത് ഏതാണ്ട് അറിയപ്പെട്ട ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യമാണ്, അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് കാഹളത്തിൽ ഊതുക എന്നതാണ്. അന്ത്യനാൾ സംഭവിക്കുന്നത് അദ്ദേഹം കാഹളത്തിൽ ഊതുന്നതോടുകൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിലെ ദുആയിൽ ഈ 3 മലക്കുകളുടെയും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വ മീകാഈല വ ഇസ്രാഫീൽ. ഉലമാക്കൾ പറഞ്ഞു ഈ 3 മലക്കുകൾ അവരാണ് മലക്കുകളുടെ തലവന്മാർ. ജിബ്രീൽ, മികായിൽ, ഇസ്രാഫീൽ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ജിബ്രീലിനാണ് അലൈഹിസ്സലാത്തു വസ്സലാം. പൊതുവെ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഹമലത്തുൽ അർഷിനാണ്, അള്ളാഹുവിൻ്റെ അർഷ് വഹിക്കുന്ന മലക്കുകൾക്കാണ്. അതുപോലെ തന്നെ മലക്കുകളുടെ കൂട്ടത്തിൽ മരണത്തിൻ്റെ മലക്കുണ്ട്, മലക്കുൽ മൗത്ത്. ഖുർആനിൽ തന്നെ വന്ന പേരാണത്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത്. മരണത്തിൻ്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുന്നതാണ്. മലക്കുൽ മൗത്ത് എന്ന മലക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ മലക്കുൽ മൗത്ത് വന്നെത്തുന്ന കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. മലക്കുൽ മൗത്തിനോടൊപ്പം മറ്റു ചില മലക്കുകൾ കൂടിയുണ്ട്. അദ്ദേഹത്തിന് അവാനുകൾ, സഹായികൾ ഉണ്ടായിരിക്കുമെന്ന്. മനുഷ്യൻ മരണമെടുത്തു കഴിഞ്ഞാൽ, സക്രാത്തുൽ മൗത്തിലെത്തിയാൽ അവൻ്റെ കണ്ണെത്തുന്ന ദൂരത്തിൽ മലക്കുകളെ കാണുന്നതാണ്. ഇൻഷാ അല്ലാഹ് അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയം വിശദീകരിക്കുമ്പോൾ അത് കൂടുതൽ പറയാനുണ്ട്. അതുപോലെ തന്നെ മലക്കുൽ ജിബാൽ, പർവ്വതത്തിൻ്റെ മലക്ക് ഹദീസിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ പോയി പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ബഹിഷ്കരണം ഏറ്റുവാങ്ങി മക്കയിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറയും, ഞാൻ ദുഃഖിതനായി തല താഴ്ത്തിക്കൊണ്ടാണ് വന്നത്. അങ്ങനെ അവിടുന്ന് പറയണം, ഫഇദാ അന ബിസഹാബത്തിൻ ഖദ് അദല്ലത്നി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് തല ഉയർത്തി. അപ്പോഴുണ്ട് എനിക്കതാ ഒരു മേഘം തണൽ വിരിച്ചിരിക്കുന്നു. ഫനദർതു ഫഇദാ ഫീഹ ജിബ്രീൽ. ഞാൻ നോക്കിയപ്പോൾ അതിലുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഫനാദാനി ഫഖാൽ. ജിബ്രീൽ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക വമാ റദ്ദു അലൈക. അല്ലാഹു സുബ്ഹാനഹു വതആല താങ്കളോട് താങ്കളുടെ ജനത പറഞ്ഞ മറുപടി കേട്ടിരിക്കുന്നു. ഖദ് ബഅസ അല്ലാഹു ഇലൈക മലക്കൽ ജിബാൽ. പർവ്വതത്തിൻ്റെ മലക്കിനെ അല്ലാഹു അയച്ചിരിക്കുന്നു. ലിതഅമുറഹു ബിമാ ശിഅത ഫീഹിം. അല്ലാഹുവിൻ്റെ നബിയെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫനാദാനി മലക്കുൽ ജിബാൽ. മലക്കുൽ ജിബാൽ അദ്ദേഹം എന്നെ വിളിച്ചു. ഫസല്ലമ അലൈ, സലാം പറഞ്ഞു. സുമ്മ ഖാൽ യാ മുഹമ്മദ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ്, ذلك فيما شئت. എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാനത് ചെയ്യാം. ഇൻ ശിഅത അൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ബശൈൻ. ഈ 2 പർവ്വതങ്ങൾ, മക്കയിലുള്ള 2 പർവ്വതങ്ങളാണത്. അബൂ ഖുബൈസ് അതിൻ്റെ നേരെ അടുത്ത് നിൽക്കുന്ന മലയും. ഈ 2 മലകൾ അവരുടെ മുകളിൽ ഇട്ട് അവരെ നശിപ്പിക്കാനാണ്, തായിഫുകാർ അവരെ നശിപ്പിക്കാനാണ് നബിയെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞാനത് ചെയ്യാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ഷൈഅൻ. എന്നാൽ അവിടുന്ന് പറഞ്ഞു, ബൽ അർജു, ഞാൻ പ്രതീക്ഷിക്കുന്നത്, അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം, അല്ലാഹു അവരുടെ മുതുകുകളിൽ നിന്ന് ഒരു ജനതയെ പുറത്തു കൊണ്ടുവരുമെന്നാണ്. മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ഷൈഅൻ. അല്ലാഹുവിൽ പങ്കുചേർക്കാത്ത ഒരു സമൂഹം അവരിൽ നിന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് തായിഫർ മുസ്ലിമീങ്ങളായി. സുബ്ഹാനല്ലാഹ്. പിന്നെ തായിഫർ മുസ്ലിമീങ്ങളായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അറബ് ഗോത്രങ്ങളിൽ ചിലത് ഇസ്ലാമിന് പുറത്തുപോയി, മുർത്തദ്ദായി പോയി. തായിഫർ ഉറച്ചു നിന്നു, അവർ ദീനിൽ ഉറച്ചു നിന്നു. അവർ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ആ സമയത്ത് ഉറച്ചു നിൽക്കുകയും മുർത്തദ്ദുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുകയും ചെയ്തു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആ പ്രതീക്ഷ പിന്നീട് പുലരുകയാണ് ഉണ്ടായത് തായിഫുകാരുടെ കാര്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഒരു മലക്കിന് അള്ളാഹു അതിനായി നിശ്ചയിച്ചിരിക്കുന്നു. ഗർഭപാത്രത്തിലെ കുഞ്ഞു ഓരോ ഘട്ടങ്ങൾ പിന്തുടരുമ്പോഴും
കിടക്കുമ്പോഴും ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, യാ റബ്ബി നുത്ഫ, യാ റബ്ബി അലഖ, യാ റബ്ബി. അള്ളാഹു നുത്ഫയായിട്ടുണ്ട്, ബീജമായിട്ടുണ്ട്, അലഖയായിട്ടുണ്ട്, ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ. അങ്ങനെ അള്ളാഹു ആ കുട്ടിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ സൃഷ്ടി പൂർണ്ണമാക്കാൻ ഉദ്ദേശിച്ചാൽ, അവൻ റൂഹ് ഊതാൻ ഉദ്ദേശിച്ചാൽ മലക്ക് ചോദിക്കുന്നതാണ്, അദക്കറുൻ അം ഉൻസ, പുരുഷനാണോ സ്ത്രീയാണോ, ഷഖിയുൻ അം സഈദ്, ഭാഗ്യവാനാണോ ദുർഭാഗ്യവാനാണോ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ, ഫമർ റിസ്ഖു വൽ അജൽ, ഉപജീവനം എങ്ങനെയാണ്, ആയുസ് എത്രയാണ്. ഈ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് എന്നാണ്. മുൻഗാമികൾ ചിലർ ദുആ ചെയ്യുമായിരുന്നു, ഞാൻ അല്ലാഹുവേ നീ എന്നെ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ അല്ലാഹുവേ നീ അത് മായ്ക്കുകയും എന്നെ നീ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണേ. കാരണം ഈ ഖദറിൻ്റെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഖദർ വിശദീകരിക്കുന്ന സമയത്ത് ഖദറിൽ ചിലത് ദുആ കൊണ്ട് മാറുന്നതാണ്, ആ ഖദറിൽ പെട്ടതാണിത്. അല്ലാഹു എന്നെ നീ ദൗർഭാഗ്യവാന്മാരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റബ്ബെ നീ അത് മായ്ച്ചു കളയുകയും എന്നെ നീ സൗഭാഗ്യവാന്മാർ ഉൾപ്പെടുത്തുകയും ചെയ്യണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഇസ്ലാമിലായിക്കൊണ്ട് മരിക്കുന്നതിന് വേണ്ടി. നമ്മുടെ കിതാബത്ത് എന്താണ് എന്നത് എപ്പോഴും പേടിയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മലക്കുകളിൽപ്പെട്ടവരാണ് ഹമലത്തുൽ അർഷ്, അർഷ് വഹിക്കുന്ന മലക്കുകൾ. അള്ളാഹു പറഞ്ഞതുപോലെ അല്ലദീന യഹ്മിലൂനൽ അർഷ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അതുപോലെ തന്നെ മലക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ മലക്കുകളാണ് ഖസനത്തുൽ ജന്ന, സ്വർഗത്തിൻ്റെ കാവൽക്കാർ. സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞു, വസീഖല്ലദീന ഇത്തഖൗ ഇലാ അൽ ജന്നത്തി സുമറ, അള്ളാഹുവിനെ സൂക്ഷിച്ച ആളുകൾ അവരെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നതാണ്. ഹത്ത ഇദാ ജാഊഹ വഫുതിഹത് അബ്വാബുഹ വഖാല ലഹും ഖസനതുഹ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹ ഖാലിദീൻ. അവരതിൻ്റെ മുന്നിലെത്തിയാൽ മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം. തിബ്തും, നിങ്ങൾക്ക് ഏറ്റവും നല്ല അവസ്ഥ ഉണ്ടാകട്ടെ. ഫദ്ഖുലൂഹ ഖാലിദീൻ, ശാശ്വതരായി ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ പറയും. അതേപോലെ തന്നെ ഖസനത്തുന്നാർ, നരകത്തിൻ്റെ കാവൽക്കാരുണ്ട്. സൂറത്ത് സുമറിൽ തന്നെ അള്ളാഹു പറഞ്ഞു, സൂറത്ത് ഗാഫിറിൽ അള്ളാഹു പറഞ്ഞു, വഖാല അല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നമ ദുഉ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. നരകത്തിലുള്ള ആളുകൾ അവർ നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളോട് പറയും, ഉദ്ഉ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യുക, യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ശിക്ഷയിൽ നിന്നൊരു ദിവസമെങ്കിലും ഒന്ന് ഇളവ് നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നരകക്കാരുടെ അവസ്ഥ വിവരിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, വനാദൗ യാ മാലികു ലിയഖ്ദി അലൈന റബ്ബുക, വനാദൗ യാ മാലികു ലിയഖ്ദി അലൈന റബ്ബുക, അവർ പറയും, യാ മാലിക്, മാലിക് നരകത്തിൻ്റെ കാവൽക്കാരനാണ്, ലിയഖ്ദി അലൈന റബ്ബുക, എൻ്റെ റബ്ബ് ഞങ്ങളെ ഒന്ന് മരിപ്പിച്ച് തന്നിരുന്നെങ്കിൽ. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞേക്കാണ്, ഒരു 1000 വർഷം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, 1000 വർഷം. അള്ളാഹു പറയണം, ഖാല ഇന്നകും മാകിസൂൻ, ഖാല ഇന്നകും മാകിസൂൻ. 1000 വർഷം അവരിത് പറഞ്ഞിട്ട് ആ മലക്കിനടുത്ത് മറുപടി കിട്ടില്ല. അവസാനം 1000 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന മറുപടി എന്താണ്? ഇന്നകും മാകിസൂൻ, നിങ്ങളവിടെ തന്നെ കഴിയുന്നതാണ്, പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇന്നകും മാകിസൂൻ, ഇതാണ് ആകെ കിട്ടുന്ന മറുപടി. ഇന്നകും മാകിസൂൻ, വേറെ മറുപടി ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ. നരകം, അതിൻ്റെ കാവൽക്കാരുണ്ട്. അള്ളാഹു ഖുർആൻ സൂറത്തുൽ മുദ്ദസിറിൽ പറഞ്ഞതുപോലെ അലൈഹ 19 നരകത്തിന് കാവൽക്കാരായി 19 മലക്കുകളുണ്ട്. ചില മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞു 19 മലക്കുകൾ അതിൻ്റെ കാര്യങ്ങൾ മേൽനോട്ടം നടത്തുന്നവരാണ്. വേറെ മലക്കുകളുണ്ടായിരിക്കും, പക്ഷേ മേൽനോട്ടം നടത്തുന്ന മലക്കുകൾ 19 പേരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഈ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മലക്കുകളുടെ എണ്ണം, അതിൻ്റെ ആധിക്യം വെളിവാക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ബൈത്തുൽ മഅമൂറിൽ തവാഫ് ചെയ്യുന്ന മലക്കുകളുടെ എണ്ണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജിൽ അവിടുന്ന് ബൈത്തുൽ മഅമൂർ കണ്ടു. ഹദീസുകൾ കാണാം, ഭൂമിയിൽ കഅബ എവിടെയാണോ അതിൻ്റെ നേരെ മുകളിൽ ആകാശലോകത്ത് 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള അള്ളാഹുവിൻ്റെ ഭവനമാണ് അൽ ബൈത്തുൽ മഅമൂർ, അൽ ബൈത്തു അൽ മഅമൂർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സുമ്മ റുഫിഅ ലി അൽ ബൈത്തുൽ മഅമൂർ, എനിക്ക് പിന്നീട് ബൈത്തുൽ മഅമൂർ കാണിക്കപ്പെട്ടു.
ജിബ്രീൽ പറഞ്ഞു ഹാദൽ ബൈത്തുൽ മഅ്മൂർ, ഇതാകുന്നു ബൈത്തുൽ മഅ്മൂർ, യദ്ഖുലുഹു കുല്ല യൗമിൻ 70,000 മലക്ക്, ഓരോ ദിവസവും ഇവിടേക്ക് 70,000 മലക്കുകൾ പ്രവേശിക്കുന്നതാണ്. ഇദാ ഖറജു മിൻഹു ലം യഊദു ഫീഹി ആഖിറ മാ അലൈഹിം, ഒരു ദിവസം 70,000 മലക്കുകൾ വന്നാൽ പിന്നെ ആ മലക്കുകൾ ഒരു കാലത്തും അവിടേക്ക് തിരിച്ചു വരികയില്ല. ഇങ്ങനെ എല്ലാ ദിവസവും 70,000, ഓരോ ദിവസവും 70,000 മലക്കുകൾ അവിടേക്ക് പ്രവേശിക്കുന്നതാണ്. ഇങ്ങനെ മറ്റൊരു മലക്കുകളാണ് സയ്യാഹൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സലാത്ത് ചൊല്ലിയാൽ, സലാം പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ റസൂലിനെ എത്തിക്കാനുള്ള മലക്കുകളാണ് മലായികത്തു സയ്യാഹൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ലില്ലാഹി അസ്സ വജല്ല മലായികതൻ സയ്യാഹീന ഫിൽ അർദി യുബല്ലിഗൂന മിൻ ഉമ്മത്തി അസ്സലാം, എനിക്ക് എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ളവർ അറിയിക്കുന്ന സലാം എത്തിച്ചു നൽകാൻ അള്ളാഹുവിന് നാടിലൊന്നാകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്. അതുപോലെ തന്നെ ആ മലക്കുകൾ അവരെക്കുറിച്ച് ദിക്റിൻ്റെ സദസ്സുകളെക്കുറിച്ച് വിവരിക്കുന്ന മനോഹരമായ ഹദീസ് കാണാം. ദീൻ പഠിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന, ഖുർആൻ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സദസ്സുകൾ, അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സദസ്സ് കണ്ടെത്തിയാൽ അവർ മറ്റു മലക്കുകളെ വിളിച്ചു കൂട്ടും. അവർ പറയും ഹലുമ്മു ഇലാ ബുഗിയത്തിക്കും, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഇതാ ഇവിടെയുണ്ട്. എന്നിട്ട് അവർ മലക്കുകൾ ഇങ്ങനെ കൂടിയിരുന്ന്, ഹദീസിൽ കാണാം, അവർ ആകാശലോകത്തേക്ക് എത്തുന്നത് വരെ മേൽക്കുമേലെയായി നിലകൊള്ളുന്നതാണ് എന്ന് ആ ഹദീസ്. സുബ്ഹാനല്ലാഹ്, ദിക്റിൻ്റെ ശ്രദ്ധ വിശദീകരിക്കുന്ന ഹദീസ് വളരെ മനോഹരമായ ഹദീസുകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന അൽ കിറാമുൽ കാത്തിബൂൻ, അമലുകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ, സൂറത്തുൽ ഇൻഫിത്താറിൽ പറഞ്ഞതുപോലെ വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾക്കുമേൽ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന മലക്കുകളുണ്ട്. അതുപോലെ തന്നെ ഖബറിൽ ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകളുണ്ട്, മുൻകർ വനക്കീർ, ഇങ്ങനെ 2 മലക്കുകളുണ്ട്. അതുപോലെ ഖുർആനിൽ പേര് പറയപ്പെട്ട മറ്റൊരു മലക്കുകളാണ്, 2 മലക്കുകളാണ് ഹാറൂത്ത് മാറൂത്ത്. ബാബിൽ എന്ന പ്രദേശത്ത് വന്നിറങ്ങിയ 2 മലക്കുകൾ, അവർ മലക്കുകളാണ് എന്നതാണ് മുഫസ്സിറുകളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്ന അതാണ്. ബാബിൽ എന്ന പ്രദേശത്ത് ഇറാഖിലുള്ള സ്ഥലമാണത്. അവിടെ വന്നെത്തിയ 2 മലക്കുകൾ, ഹറൂത്ത് മാറൂത്ത്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വന്ന 2 മലക്കുകൾ. മറ്റു ചില പേരുകൾ മലക്കുകളുടെ പേരുകളായി ജനങ്ങൾക്കിടയിൽ പ്രചരിച്ച ചില പേരുകളുണ്ട്. അത് സ്ഥിരപ്പെട്ടിട്ടില്ല, ഹദീസുകളിൽ സ്ഥിരപ്പെടാത്ത ചില പേരുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മലക്കുൽ മൗത്തിനെ കുറിച്ച് അസ്റായീൽ അല്ലെങ്കിൽ ഇസ്റായീൽ എന്ന പേര്. ആ പേര് മലക്കുൽ മൗത്തിൻ്റെ പേരായി പലരും ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തസ്കിറയിൽ മറ്റുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഹദീസുകളിൽ എവിടെയും അത് സ്ഥിരപ്പെട്ടിട്ടില്ല, സഹീഹ ഹദീസിൽ. അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ മലക്കിനെ പറ്റി റിദ്വാൻ എന്ന പേര് ചില ആളുകൾക്കിടയിൽ പ്രചരിച്ച പേരാണ്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അർശ് വഹിക്കുന്ന മലക്കുകൾ, അവരെക്കുറിച്ച് അൽ കറൂബിയൂൻ എന്ന പേര് കിതാബുകളിൽ ചിലതിൽ കാണാം. അതും സ്ഥിരപ്പെടാത്ത പേരുകളിൽപ്പെട്ടതാണ്. ശരി സഹോദരങ്ങളെ, മലക്കുകളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിൽ എന്തൊരു കാര്യവും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ചില മേഖലകളുണ്ട്. മലക്കുകളുടെ വിശ്വാസം നമ്മെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്? 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇത്രയും നിങ്ങൾ മലക്കുകളെക്കുറിച്ച് കേട്ടു. ഇത്ര വലിയ സൃഷ്ടികൾ, ഇത്ര കഴിവുള്ളവർ, ഇത്ര ഭംഗിയുള്ളവർ, ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നവർ, ഇവരെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ മഹത്വമാണ് ഈ പറഞ്ഞതെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം. ഇവരെ പടച്ച റബ്ബ്, അവൻ്റെ മഹത്വം എത്ര വലുതായിരിക്കും, അള്ളാഹു എത്ര വലിയവനായിരിക്കും. ഇതെല്ലാം സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളെല്ലാം അടങ്ങുന്ന ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമാണ് അള്ളാഹു പറഞ്ഞത് യൗമ യത്വി സ്സമാഅ കതയ്യി സിജില്ലിൽ കുതുബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുസ്തകത്തിലെ ഏടുകൾ ചുരുട്ടിയെടുക്കുന്നത് പോലെ ആകാശത്തെ ചുരുട്ടിയെടുക്കുന്നൊരു ദിവസമുണ്ട്. ഇത്ര വലിയ മലക്കുകൾ, ഈ കാണുന്ന പ്രപഞ്ചം, ഇതെല്ലാം അള്ളാഹുവിൻ്റെ അദമത്തിന് മുൻപിൽ യാതൊന്നുമല്ല. നോക്കൂ, അത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
നമ്മൾ പറയുന്ന അള്ളാഹു അക്ബർ എന്ന വാക്കിൻ്റെ വലുപ്പം എന്താണ്? അള്ളാഹു അക്ബർ, അള്ളാഹു എല്ലാത്തിനേക്കാൾ വലിയവനാണ്. മലക്കുകൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ്. എങ്ങനെയാണ് അവൻ അതിനെയൊക്കെ പഠിച്ചത്? ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഉണ്ടാകൂ എന്ന് പറഞ്ഞു, അതുണ്ടായി. ഇവയെ സൃഷ്ടിക്കാൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് പോലെ നിസ്സാരമാണ്, അതുപോലെ തുല്യമാണ്, അതുപോലെയാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രയാസമുള്ളതോ എളുപ്പമുള്ളതോ അല്ല. സർവ്വതും അള്ളാഹുവിനെ സൃഷ്ടിക്കുക എന്നത് ഒരുപോലെയാണ്. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് മലക്കുകളിലുള്ള വിശ്വാസം. ഈ മലക്കുകളെ പടച്ച റബ്ബ്, ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ്, അവൻ്റെ മഹത്വം എത്ര വലുതായിരിക്കും. അള്ളാഹു കിതാബ് അവതരിപ്പിച്ചിരിക്കുന്നു, അള്ളാഹു നബിമാരെ നിയോഗിച്ചിരിക്കുന്നു, അള്ളാഹു നിന്നോട് കൽപ്പനകൾ പറഞ്ഞിരിക്കുന്നു, നിന്നോട് ചിലത് വിലക്കിയിരിക്കുന്നു. ആരാണ് അള്ളാഹു? ഈ പറഞ്ഞവയുടെ റബ്ബാണ്. അവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവിടെ ഈമാൻ കാര്യങ്ങളിൽ ഏതു ഈമാൻ കാര്യവും അതിൻ്റെ ഒന്നാമത്തെ ഫായിദ, അതിൻ്റെ ഒന്നാമത്തെ പ്രയോജനം അള്ളാഹുവിനെ അറിയുക എന്നതാണ്. അത് അള്ളാഹുവിനെ അറിയിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നതാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ എങ്ങനെയാണ് പരിഗണിച്ചത് എന്ന് നോക്കും. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയ സൃഷ്ടി വിഭാഗമായ മലക്കുകൾ, അവരോടാണ് അള്ളാഹു പറഞ്ഞത്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഈ മലക്കുകളോടാണ് അള്ളാഹു പറഞ്ഞത്, ഭൂമിയിൽ ഞാനിതാ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോവുകയാണ്. ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു അദ്ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. അവർ പറഞ്ഞു, അള്ളാഹുവെ, ഭൂമിയിൽ രക്തം ചിന്തുന്ന, അവിടെ കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ നീ എന്തിനാണ് സൃഷ്ടിക്കുന്നത്? അവർ അള്ളാഹുവിനോട് ഒരിക്കലും എതിരു പറഞ്ഞതല്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് അവർ ചോദിച്ചറിയുകയാണ് ചെയ്തത്. അള്ളാഹു പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. എന്നിട്ട് അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ സുമ്മ അറദഹും അലൽ മലായിക. ആദം സ്വയം പഠിച്ചതാണോ? അല്ല, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതാണ്. സുമ്മ അറദഹും അലൽ മലായിക, എന്നിട്ട് മലക്കുകളുടെ മുന്നിൽ അത് കാണിച്ചു കൊടുത്തു. ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞു തരും. മലക്കുകളോട് അള്ളാഹു ആവശ്യപ്പെട്ടു. ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അവർ പറഞ്ഞു, അള്ളാഹു, നീ പരിശുദ്ധനാണ്, നീ പഠിപ്പിച്ചു തരാത്ത ഞങ്ങൾക്കറിയില്ല. ഖാല യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം. അള്ളാഹു പറഞ്ഞു, ഹേ ആദം, അംബിഉഹും ബിഅസ്മാഇഹിം, അവർക്ക് ഇതിൻ്റെ പേരുകൾ പറഞ്ഞു കൊടുക്കുക. ഫലമ്മ അംബഅഹും ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബ അസ്സമാവാതി വൽ അർദ് വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. ആദം അത് പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് അദൃശ്യവും ദൃശ്യവും അറിയാമെന്ന്, നിങ്ങൾക്കറിയാം, നിങ്ങൾ മറച്ചു വെക്കുന്നത് എനിക്കറിയാമെന്ന്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം ഫസജദൂ. മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക. ഫസജദൂ, അവർ സുജൂദ് ചെയ്തു. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞേക്കണം, നിങ്ങളുടെ പിതാവ് ആദമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു, അവരനുസരിച്ചു. നിങ്ങളുടെ പിതാവിന് സുജൂദ് ചെയ്യാതെ ഇബ്ലീസ് ധിക്കാരം പ്രവർത്തിച്ചു. നിങ്ങളുടെ മാതാവിനെ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്തെത്തിച്ചു. എന്നിട്ടെങ്ങനെയാണ് നിൻ്റെ പിതാവിനെ ആദരിക്കുന്നതിനു വേണ്ടി നിൻ്റെ പിതാവിനെ ആദരിക്കാത്തതിൻ്റെ പേരിൽ ഇബ്ലീസിനെ അള്ളാഹു അകറ്റി നിർത്തി. എന്നിട്ട് നീ എങ്ങനെയാണ് ഇബ്ലീസിനെ അനുസരിക്കുന്നത്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്? എങ്ങനെയാണ് നീ ഇബ്ലീസിൻ്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത്? അള്ളാഹുവിനെ നീ എങ്ങനെയാണ് ധിക്കരിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക്
നൽകിയ ഈ പരിഗണന ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞാൽ കാണാം, ആദമിനെ മലക്കുകളുടെ മുൻപിൽ അള്ളാഹു എടുത്തുയർത്തി കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ഇൽമു കൊണ്ടാണ്. വേറെ ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. മലക്കുകളുടെ മുൻപിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യർ ഭംഗിയിൽ ചിലപ്പോൾ പുറകിലാണ്, ശക്തിയിൽ പുറകിലാണ്, വേഗതയിൽ പുറകിലാണ്, ഇബാദത്തിൽ പുറകിലാണ്, ആരാധനകളുടെ കാര്യത്തിൽ ഇതിലൊക്കെ മനുഷ്യർ പുറകിലാണ്. പക്ഷെ അള്ളാഹു ആദമിന് മുൻപിൽ മലക്കുകൾക്ക് മുൻപിൽ ആദമിൻ്റെ ശ്രേഷ്ഠത ഉയർത്തി കാണിച്ചത് എന്തുകൊണ്ടാണ്? ഇൽമു കൊണ്ടാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞേക്കണം, ആ ആദരവ് അവർ ഇപ്പോഴും പുലർത്തുന്നുണ്ട്. ഹദീസിൽ കാണുമ്പോൾ ഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹ റിദൻ ലിതാലിബിൽ ഇൽം, മലക്കുകൾ ദീന് പഠിക്കുന്നവരോടുള്ള തൃപ്തി കാരണത്താൽ അവരുടെ ചിറക് താഴ്ത്തി കൊടുക്കുന്നതാണ്. മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കും. എന്തുകൊണ്ട്? ആദം ഞങ്ങളന്ന് ഞങ്ങളുടെ മുൻപിൽ ആദമിൻ്റെ ശ്രേഷ്ഠത ഉയർത്തി കാണിച്ചത് ഇൽമു കൊണ്ടാണ്. ഇന്ന് ആ ഇൽമു ആരാണോ തേടുന്നത് അവർക്ക് മലക്കുകൾ ആദരവ് കൊണ്ട് തങ്ങളുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നതാണ്. സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ പരിഗണന, മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ആദരവ് പറഞ്ഞതിലുണ്ട്. അതുപോലെ തന്നെ മലക്കുകളിലുള്ള വിശ്വാസത്തിൽ അത് നൽകുന്ന സ്വാധീനത്തിൽപ്പെട്ട് അവരെ സ്നേഹിക്കുക എന്നുള്ളത്. കാരണം മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. മലക്കുകളാകട്ടെ അവർ മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. സദഖ ചെയ്യുന്നതിന് വേണ്ടി രാവിലെയും എല്ലാ ദിവസവും രാവിലെ മലക്കുകൾ ദുആ ചെയ്യുന്നു. 2 മലക്കുകൾ ആകാശം നൽകുന്നു, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവെ ദാനം നൽകുന്നവൻ നീ പകരം നൽകണേ. അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, അള്ളാഹു പിടിച്ചു വെക്കുന്നവന് നീ നഷ്ടം കൊടുക്കണേ. മലക്കുകൾ എത്ര സമയത്താണ് ദുആ ചെയ്യുന്നത്. നീ നിൻ്റെ സഹോദരന് വേണ്ടി അവനില്ലാത്ത സമയത്ത് ദുആ ചെയ്താൽ ഒരു മലക്ക് അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കാൻ, ലക മിസ്ലുക് വലക മിസ്ലു വലക മിസ്ലു, നിനക്കും അതുപോലെ കിട്ടട്ടെ, നിനക്കും അതുപോലെ കിട്ടട്ടെ. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു, അള്ളാഹു നിങ്ങൾക്ക് മേൽ സ്വലാത്ത് വർഷിക്കുന്നു, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മലക്കുകൾ കൂടി ദുആ ചെയ്യുന്നു, നന്മയിലേക്ക് നടത്താൻ സഹായിക്കുന്നു. ഖൈർ ചെയ്താൽ നമ്മോടൊപ്പം അവരെ തിരിച്ച് സ്നേഹിക്കുക, മലക്കുകളോട് സ്നേഹമുണ്ടാകുക എന്നത് ഈമാനിൽപ്പെട്ടതാണ്. മലക്കുകളെ സ്നേഹിക്കുക എന്നുള്ളത്, മുഅ്മിനീങ്ങളെ സ്നേഹിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണെങ്കിൽ മലക്കുകളെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മലക്കുകളുടെ മര്യാദകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഉദാഹരണത്തിന് നബി പല ഹദീസുകളും കാണാം. ഉദാഹരണത്തിന് അവിടുന്ന് പറഞ്ഞു, ഫുദ്ദിൽന അല അന്നാസി ബിസലാസ്, 3 കാര്യങ്ങളിൽ നമുക്ക് ജനങ്ങളിൽ നിന്ന് മറ്റ് ഉമ്മത്തുകളിൽ നിന്ന് വേർതിരിവുണ്ട്, നമുക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് 3 കാര്യങ്ങളിൽ. അതിലൊരു കാര്യം ജുഇലത് സുഫൂഫുന കസുഫൂഫിൽ മലായിക, നമ്മുടെ നിസ്കാരത്തിലെ സൊഫ് മലക്കുകളുടെ സൊഫ് പോലെയാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. അവരെങ്ങനെ സൊഫ് അതുപോലെ നമ്മൾ നിർത്തുന്നത്. വേറൊരു മതക്കാർക്കുള്ളത്, വേറെ ദീനിലുള്ള, വേറെ മില്ലത്തിലുള്ള ഈ രൂപത്തിൽ, നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ ആ സൊഫ് ദീനിൻ്റെ പേരിൽ ചേർന്ന് അടുത്തടുത്ത് നിൽക്കുക എന്നുള്ളത് ഒരു ഖിബ്ലക്ക് നേരെ. ഇത് ഭംഗിയുണ്ട്. സുബ്ഹാനല്ലാഹ്, നമുക്ക് നൽകിയ ശരീഅത്ത് എത്ര ഭംഗിയുള്ളതാണ്. സിബ്ഗത്തല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ, അള്ളാഹു നൽകിയ വർണ്ണമാണിത്. അവനേക്കാൾ നല്ല വർണ്ണം നൽകുന്നവൻ ആരുണ്ട്? വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യുന്നവനാണ്. ഖുർആനിൽ അള്ളാഹുൻ്റെ ആയത്താണത്. അള്ളാഹു നൽകിയ ഭംഗിയാണിത്. ഏതൊരു ഉമ്മത്തിലുള്ളത് നിങ്ങൾ നോക്കൂ. ഹറമിൽ എത്ര ഭാഷയിലുള്ള ആളുകൾ, ഏതൊക്കെ രൂപത്തിലുള്ള ആളുകൾ, ഏതൊക്കെ നാട്ടിലുള്ള ആളുകൾ, അവരെങ്ങനെ ചെതറിക്കൊണ്ടാണ് നിൽക്കുന്നത്. അവരൊക്കെ ഒരു പട്ടാളത്തിൻ്റെ സേനാനായകൻ ഒരു കൽപ്പന പുറപ്പെടുവിപ്പിച്ചാൽ പട്ടാളക്കാർ നിൽക്കുന്നത് പോലെ ഒരു നിമിഷം കൊണ്ട് അവർ നിൽക്കും. ഇഖാമത്ത് കൊടുത്താൽ മതി, എല്ലാവരും സൊഫലായി. ഒരു ചങ്ങാതി മുസ്ലിം ആയത് കണ്ടിട്ടാണ്. ഒരു ചങ്ങാതി ഒരിക്കൽ മുസ്ലിം ആയത് അങ്ങനെയാണ്. അയാളൊരിക്കൽ പിന്നെ ഒരു മുസ്ലിമായൊരു ആളോടൊപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ടി വിയിൽ കാബ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളോട് ഈ മുസ്ലിം അല്ലാത്ത ആളോട് ഇയാൾ പറഞ്ഞു, ഇവർ പല നാട്ടുകാരാണ്, ഈ നാട്ടുകാരെല്ലാവരെയും ഒരു നിമിഷം കൊണ്ട്, കുറച്ച് സമയം കൊണ്ട് ഒരൊറ്റ വരിയിൽ നിർത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അയാൾ പറഞ്ഞു സാധിക്കില്ല, ഇത്രയും വലിയ നാട്ടുകാരെങ്ങനെ
എങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തും? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇഖാമത്ത് കൊടുത്ത് അവരെല്ലാവരും ഒരു ഖിബ്ലക്ക് നേരെ. ആലോചിച്ച് നിങ്ങളതിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമത്തിൻ്റെ ഭംഗി നോക്ക് നിങ്ങൾ. ഒരു ഇഖാമത്ത് കൊടുത്താൽ എല്ലാവരും അതൊരു സൊഫിൽ എവിടേക്ക് നിൽക്കുക എല്ലാവർക്കും അറിയാം. സുബ്ഹാനല്ലാഹ്, ശരീഅത്ത് ഇത്ര ഭംഗിയുള്ളതാണ്, ഇത്ര വൃത്തിയിലാണ് അള്ളാഹു ഇത് പറഞ്ഞു. ഇത് മലക്കുകൾ നിൽക്കുന്ന സൊഫ് പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചതായി കാണാം. അതുപോലെ തന്നെ മലക്കുകൾ അവരുടെ മര്യാദകളിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരോട് അവരിൽ നിന്ന് മാതൃക പഠിക്കാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് നിസ്കാരത്തിൽ ആമീൻ പറയുന്നത്. നിസ്കാരത്തിൽ ആമീൻ പറയുന്നത് അവിടുന്ന് പറഞ്ഞു, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറഞ്ഞാൽ, ആമീൻ പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ ആമീൻ പറയുക. ചില ഹദീസുകൾ അതിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. ഇദാ ഖാല ഗൈറുൽ മഗ്ദൂബി അലൈഹിം, ഇമാം ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ നിങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു തുടങ്ങുക. ഒമൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മലക്കുകൾ അവരുടെ ആമീനിനോട് ഒരാളുടെ ആമീൻ ചേർന്ന് വന്നാൽ അവൻ്റെ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പം മലക്കുകളെപ്പോൾ ആമീൻ പറയുന്നത്? ഇമാം ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചാലാണ്. അപ്പം ഇങ്ങനെ മലക്കുകളുടെ സ്വഭാവം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, മാതൃകയാക്കാൻ പറയുന്ന ഹദീസുകൾ വേറെ ധാരാളം കാണാം. അപ്പം അത് മലക്കുകളുടെ വിശ്വാസത്തിൽ പഠിക്കാവുന്ന ഒരു പാഠമാണ്. അതുപോലെ തന്നെ മലക്കുകളുള്ള സ്ഥലത്ത് എത്തിപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ നിൻ്റെ പ്രധാന വാസസ്ഥലം അതായിരിക്കുക എന്നുള്ളത്. ഏതാ മലക്കുകളുള്ള സ്ഥലം? മസ്ജിദുകളാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. മലക്കുകൾക്ക് ഏറ്റവും, അല്ലെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മസ്ജിദുകളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ്. മലക്കുകളുള്ള സ്ഥലത്ത് നീ നന്മകൾ ചെയ്യുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ടാവുക. പിശാചുക്കൾ അധികരിക്കുന്ന സ്ഥലത്ത് പോവാതിരിക്കുക. ഉദാഹരണത്തിന് സ്ത്രീകൾ മോശമായ വസ്ത്രത്തിലുള്ള സ്ഥലത്ത്, മ്യൂസിക്കുള്ള സ്ഥലത്ത്, വൃത്തികേടുകൾ നടമാടുന്ന സ്ഥലത്ത്, അതിനായി അറിയപ്പെട്ട സ്ഥലങ്ങൾ, അവിടെ പോവാതിരിക്കുക. നീ ചിലപ്പോൾ അവിടെ നിന്ന് മരിക്കുന്നെങ്കിലോ. നല്ല സ്ഥലങ്ങളിലായിരിക്കുക എന്നത്. അതുപോലെ തന്നെ അള്ളാഹു നിന്നെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യം നിനക്ക് ഉണ്ടാവുക. കാരണം മലക്കുകളെ അള്ളാഹു നിന്നെ നിരീക്ഷിക്കുന്നതിനായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം നിനക്കുണ്ടാവുക. അവസാനത്തെ ഒരു പാഠം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയും മലക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. മലക്കുകളെ കുറിച്ച് അള്ളാഹു ഇത്രയും കഴിവുകൾ അവർക്കുണ്ട്, ഇത്രയും ശക്തികളുണ്ട്, ഒക്കെ ഖുർആൻ ഹദീസിൽ വന്നു. മലക്കുകളിലുള്ള വിശ്വാസം നൽകുന്ന ഏറ്റവും നല്ല പാഠങ്ങളിലൊന്ന് തൗഹീദാണ്. ഈ കണ്ട കഴിവൊക്കെ അവർക്കുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു മലക്കിനോട് സഹായം തേടിയോ? ഏതെങ്കിലും ഒരു മലക്കിനോട് അങ്ങനെ സഹായം തേടാൻ സഹാബികൾ പഠിപ്പിച്ചോ? ഇല്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ ഔലിയാക്കന്മാരെ വിളിച്ച് തേടാൻ ന്യായമായി പറയാറില്ല. എന്താ? അള്ളാഹു കൊടുത്ത കഴിവുണ്ട് എന്നാണ്. ഈ കഴിവ് കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു തർക്കം വേറെ ഉണ്ട്. ഔലിയാക്കന്മാർക്ക് ഈ പറഞ്ഞ കഴിവൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇത് വലിയൊരു ചർച്ചയാണ്. മരിച്ചതിന് ശേഷം അവർക്ക് കഴിവുണ്ടോ ഇല്ലേ, അതിന് വല്ല തെളിവുണ്ടോ, അത് വലിയൊരു തർക്കം തന്നെ നിൽക്കുന്ന മേഖലയാണ്. ഒരു തർക്കവും വേണ്ടതില്ലാത്ത കാര്യമാണ്. മലക്കുകൾക്ക് കഴിവുണ്ട്. പർവ്വതം ഒന്നാകെ പൊക്കി താഴെയിടാൻ മലക്കുകൾക്ക് കഴിയും. വേഗതയിൽ പോയി വരാൻ കഴിയും. ബദ്ർ യുദ്ധത്തിൽ മലക്കുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത കഴിവിൽ നിന്ന്, അതാണല്ലോ നിങ്ങളുടെ എല്ലാ കാലത്തെയും ന്യായം, കൊടുത്ത കഴിവ്. മലക്കുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളോട് പ്രാർത്ഥിച്ചോ? മലക്കുകളോട് സഹായം തേടിയോ? ഇസ്തിഗാസ നടത്തിയോ? ബദ്ർ യുദ്ധത്തിൽ അള്ളാഹു മലക്കുകളെ കൊണ്ട് സഹായിച്ചു അല്ലേ? എന്താ അള്ളാഹു ഖുർആനിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്? ഇത് തസ്തഗീസൂന മൻ, ആരോടാണ്? തസ്തഗീസൂൻ അൽ മലായിക എന്നാണോ? അല്ല, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, സഹായതേട്ടം നടത്തിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, ഞാൻ നിങ്ങൾക്ക് 1000 മലക്കുകളെ കൊണ്ട് നിങ്ങളെ പിന്തുണയ്ക്കുന്നതാണ്, നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ്. 1000 മലക്കുകളെ കൊണ്ട്. ബദ്ർ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് സഹായം തേടിയത് ആരോട്? അള്ളാഹുവിനോടാണ്. അത് എങ്ങനെ സഹായം തേടിയെന്നാണ് ആ ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൻ്റെ തണലിൽ പോയിരുന്ന് ദുആ ചെയ്തു. അവിടുന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. കൈ ഉയർത്തി അവിടുത്തെ കൈ അവിടുന്ന് മുകളിലേക്ക് മുഴുവനായും ഉയർത്തിയെന്നാണ്. അവിടുത്തെ ശരീരത്തിന് മുകളിൽ അവിടുന്ന് ധരിച്ചിരുന്ന അവിടുത്തെ മേൽവസ്ത്രം അവിടുത്തെ തോളിൽ നിന്ന് ഊർന്ന് താഴേക്ക് വീണു. അവിടുന്ന് ദുആ ചെയ്യുന്നത്, ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്നത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ ചെന്ന് അവിടുത്തെ അണച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹസ്ബുക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ മതി, അള്ളാഹു താങ്കളെ സഹായിക്കുന്നതാണ്. ആരാണ് ഈ ദുആ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ദുആ ചെയ്യുന്നത്. ആരോടാണ് ഈ ദുആ ചെയ്യുന്നത്? അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്. ഏതാണ് സന്ദർഭം? ബദ്ർ യുദ്ധത്തിലാണ്. ഈ അടുത്ത് കുറച്ച് ദിവസം മുന്നേ ഒരാൾ കാണിച്ചു തന്നെ എനിക്ക്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ അവർ പണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ ഖുതുബിയ്യത്ത് ചൊല്ലിക്കൊണ്ടാണ് പോയത്. ഖുതുബിയ്യത്ത് പാടിക്കൊണ്ടാണ് പോയത് സഹായത്തേട്ടത്തിന് വേണ്ടി. അപ്പോൾ ഈ കാലഘട്ടത്തിലെ സലഫികൾക്ക് പാരമ്പര്യം അറിയില്ല എന്നാണ്. പാരമ്പര്യം സലഫികൾക്കാണുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പാരമ്പര്യമാണ്, സഹാബത്തിൻ്റെ പാരമ്പര്യമാണ്, ബദ്രീങ്ങളുടെ പാരമ്പര്യം, ബദ്റിൽ പോയ ആളുകളുടെ പാരമ്പര്യം. അതാണ് നമ്മുടെ പാരമ്പര്യം. 100 വർഷം മുന്നത്തെ പാരമ്പര്യമല്ല, അത് 1400 വർഷങ്ങൾക്ക് മുൻപുള്ള പാരമ്പര്യമാണത്. 1400 വർഷം വേണ്ട, അതിനു മുൻപുള്ള പാരമ്പര്യമാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജാലൂത്തിൻ്റെ കീഴിൽ പുറപ്പെടുമ്പോഴുണ്ടായിരുന്ന പാരമ്പര്യം. ആ സൈന്യം അവരെ നേരിടാൻ നിന്നപ്പോൾ അവർ പറഞ്ഞ വാക്ക്, അതാണ് സലഫികളുടെ വാക്ക്. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി വലിയ വലിയ സൈന്യങ്ങളെ തകർത്തെറിഞ്ഞ എത്ര ചെറിയ ചെറിയ സൈന്യങ്ങളുണ്ട്. ദാവൂദിൻ്റെ പാരമ്പര്യമാണത് അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബിയുടെ പാരമ്പര്യമാണത്. കപ്പലുണ്ടാക്കുമ്പോൾ പരിഹസിച്ചുകൊണ്ട് അടുത്തുകൂടെ നടന്നുപോയ ആളുകളെ നോക്കി അള്ളാഹുവിനോട് ദുആ ചെയ്ത നൂഹ് നബിയുടെ പാരമ്പര്യം. അതാണ് പാരമ്പര്യം. ഞങ്ങളുടെ എല്ലാവരുടെയും പിതാവായ ആദമിൻ്റെ പാരമ്പര്യമാണത് അലൈഹി സ്വലാത്തു വസ്സലാം. സ്വർഗത്തിൽ പുറത്താക്കപ്പെടുന്ന സന്ദർഭത്തിൽ തിന്മ ചെയ്തപ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയ ആദമിൻ്റെ അതാണ് പാരമ്പര്യം. അതാണ് പാരമ്പര്യം. അതുകൊണ്ട് ഇയാൾ പ്രസംഗിക്കണം. സലഫികൾക്ക് പാരമ്പര്യമില്ല. കേരളത്തിലെ പഴയകാലത്തെ പള്ളികളൊക്കെ ഉണ്ട്. മുഹിദ്ദീൻ മസ്ജിദ് എന്നാണ് എല്ലാത്തിൻ്റെ പേര്, മുഹിദ്ദീൻ പള്ളി എന്നാണ് പേര്. എന്തുകൊണ്ടാണ്? ഖാദിരിയ തരീഖത്തിലായിരുന്നു പണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ, സൂഫിയാക്കളായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് ഖുതുബിയ്യത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. ഈ പാരമ്പര്യം നമുക്കറിയില്ലെന്ന്. ഈ പാരമ്പര്യം ഇൻഷാ അല്ലാഹ് തൗഹീദുള്ള മുസ്ലിങ്ങളുടെ പാരമ്പര്യമായിരുന്നില്ല. കേരളത്തിൽ തന്നെ എഴുതപ്പെട്ട ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ സമസ്തവരെ അംഗീകരിക്കുന്ന ആളുകൾ എഴുതിയ കവിതകൾ, അറബി കവിതകളുണ്ട്. അതിലൊന്നും ഈ പറഞ്ഞ തേട്ടങ്ങളില്ല. ഈ പറഞ്ഞ ഇവരിന്ന് നടത്തുന്ന ഇസ്തിഗാഥയും ഇത് പലതും പിൽക്കാലഘട്ടത്തിൽ ഇവരെല്ലാവരുടെയും മേൽ അടിച്ചേൽപ്പിച്ചതാണ്. പക്ഷേ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, യഥാർത്ഥ മുസ്ലിമിൻ്റെ പാരമ്പര്യം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പാരമ്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പാരമ്പര്യം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാരമ്പര്യമാണ്. ഇബ്രാഹിം നബി തീയിലേക്ക് അറിയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിൻ്റെ പാരമ്പര്യമാണത്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി. ആ പാരമ്പര്യമാണത്. അള്ളാഹു ഖുർആൻ ചോദിച്ച പാരമ്പര്യമാണത്. അലൈസ അല്ലാഹു ബികാഫൻ അബ്ദ, അള്ളാഹുവിന് അവൻ്റെ അടിമ പോരെയോ? ആ പാരമ്പര്യമാണത്. അതാണ് യഥാർത്ഥത്തിലുള്ള പാരമ്പര്യം. മലക്കുകളുള്ള വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാഠം തൗഹീദാണ്. അല്ല നിങ്ങൾ ഈമാൻ കാര്യങ്ങൾ 6 എടുത്തോളൂ, അല്ല വിശ്വാസ കാര്യങ്ങളിൽ ഏതും എടുത്തോളൂ, അതിലെല്ലാം തൗഹീദുണ്ട്. തൗഹീദില്ലാത്തൊരു വിശ്വാസവുമില്ല. തൗഹീദ് ദീനിൻ്റെ ഏറ്റവും വലിയ അടിത്തറയാണ്. മലക്കുകളുടെ വിശ്വാസം നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളിൽപ്പെട്ടതാണത്. അള്ളാഹു സുബ്ഹാനഹു തആല ശരിയായ വിശ്വാസത്തിലും ശരിയായ തൗഹീദിലും സുന്നത്തിലും അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا
وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم رب ارحمهما كما ربياني صغيرا. اللهم عنا وانصرنا اللهم عنا وانصرنا، وبارك في أموالنا وأولادنا، واجعلنا مسلمين وتوفنا مسلمين، وألحقنا بالصالحين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.